ഇന്ന് കോവിഡ് ഉത്കണ്ഠകൾ കൊണ്ട് ഏതാണ്ട് പത്രങ്ങളാകെ നിറഞ്ഞിരിക്കുകയാണ്. അതിലേക്ക് ഞാൻ പിന്നീട് വരാം. പ്രത്യേകിച്ച് ഒരു ഫിഷഗുരൻ ഒരു പത്രത്തിൽ എഴുതിയ ഒരു മണ്ടൻ ലേഖൻ, അതൊഴിച്ച് ബാക്കിയുള്ളത് ഒരു മാറ്റം അനിവാര്യമാണ്, ഇങ്ങനെ പോയാൽ പറ്റില്ല എന്നുള്ള തരത്തിലുള്ള ഒരവസ്ഥയിൽ ഒരു പൊതുജനാഭിപ്രായം രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. പക്ഷേ പൊതുജനാഭിപ്രായം അല്ലല്ലോ, നമ്മളെ നിയന്ത്രിക്കുന്ന ചില മേൽഘടകങ്ങളുണ്ട്. ആ മേൽഘടകങ്ങളെ അനുസരിച്ചില്ല എങ്കിൽ നമ്മളവരുമായിട്ടുള്ള സാമ്പത്തിക ബന്ധങ്ങളിൽ വലിയ തകർച്ചകൾ സംഭവിക്കും. അത് നമ്മുടെ കുടുംബത്തിൻ്റെ ആ സാമ്പത്തികമായ വളർച്ചയെ വല്ലാതെ ബാധിക്കുകയും മറ്റു പല കേസുകളുടെയും പ്രശ്നങ്ങൾ രൂക്ഷമായി തീരുകയും ചെയ്യും. അപ്പോൾ ഏറ്റവും പ്രധാനം കുടുംബമാണല്ലോ. അത് വളരെ പ്രധാനപ്പെട്ട രാജാവിൻ്റെ കുടുംബം. ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, രാജാക്കന്മാരുടെ കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഇപ്പോഴും നമ്മൾ പണം ചിലവഴിക്കുന്നുണ്ട്. അതുകൊണ്ട് അധികാരത്തിലിരിക്കുന്നവരുടെ കുടുംബങ്ങളുടെ സുരക്ഷയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഒരു രാജ്യം വെന്തുപോയാലും ആ കുടുംബങ്ങൾ അതിജീവിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് ഇപ്പം ഞാൻ അതിനെപ്പറ്റിയൊന്നും പറയുന്നില്ല. ഞാൻ കോവിഡിലോട്ട് വരാം, കോവിഡിനെ പറ്റിയിട്ടുള്ള നിർദ്ദേശങ്ങളെ പറ്റിയൊക്കെ വരാം. അതിനു മുമ്പ് ഇന്നിപ്പോൾ കണ്ട ഏറ്റവും രസകരമായ 2 വാർത്തകളെന്ന് പറഞ്ഞാൽ, കേരള ലോക്സഭ വീണ്ടും വിളിച്ചു കൂട്ടുകയാണ്. 1 പ്രാവശ്യമോ 2 പ്രാവശ്യമോ 3 പ്രാവശ്യമോ ഒക്കെ വിളിച്ചു കൂട്ടിയിട്ടുണ്ട് ലോക്സഭ. കേരളത്തിൽ എല്ലാ അഖില ലോക മലയാളികളെയും വിളിച്ചു കൂട്ടിയിട്ടൊരു സഭയുണ്ടാക്കിയിട്ട് അവിടെ ഉള്ള പ്രധാനപ്പെട്ട എല്ലാ മുതലാളിമാരെയും വിളിച്ചുകൊണ്ടിരുത്തി ലോക്സഭ എന്നൊക്കെ പറയുമ്പോൾ, കേരളത്തിലെ പറഞ്ഞില്ലേ, നമ്മളൊരു ജനാധിപത്യ വ്യവസ്ഥയിൽ കേരളത്തിന് പുറത്ത് പണിയെടുക്കുന്നവരുടെ ഒരു കൂട്ടായ്മയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് റെപ്രസെൻറ്റേഷൻ നിർണ്ണയിക്കുക? എന്തടിസ്ഥാനത്തിലാണ്? നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, നമ്മൾ ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ from all representation should be there from all the layers of the society. അതാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. പല തട്ടുകളിലായിട്ട് പല തലങ്ങളിലായിട്ട് ജീവിക്കുന്ന മനുഷ്യരുണ്ട്. അവരുടെ നിന്നൊക്കെ ഉള്ള പ്രതിനിധികൾ അതിനകത്ത് കടന്നു വരണം. നിങ്ങളിപ്പോൾ ദുബായിൽ ലോക്സഭ വിളിച്ചു കൂട്ടുമ്പോഴത്തേക്ക് അവിടുത്തെ ലേബർ ക്യാമ്പിലാണ് ഏറ്റവും കൂടുതൽ ആളുകളുള്ളത്. അവിടുത്തെ എത്ര റെപ്രസെൻറ്റേറ്റീവ്സ്, ലേബറേഴ്സിനെ നിങ്ങൾ റെപ്രസെൻറ്റേറ്റീവ്സായിട്ട് വിളിക്കും. നിങ്ങൾ ഇവിടത്തേക്ക് പണം കടത്തിക്കൊണ്ട് വരുവാനും ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാക്കാനും ആളെ കിട്ടുമോ എന്നുള്ള അതിനേക്കാളും ഇൻവെസ്റ്റേഴ്സ് മീറ്റ് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ കേരള ഇൻവെസ്റ്റേഴ്സ് മീറ്റ് എന്ന് പറഞ്ഞിട്ടൊരു മീറ്റ് വിളിക്കുന്നതാണ് നല്ലത്. കേരള ലോക്സഭയൊന്നും വിളിക്കരുത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ അത് കേരളത്തിലെ മുഴുവൻ ഈ മലയാളികളെയും സമാശ്ലേഷിക്കുന്ന ഒന്നാണെന്ന് പറഞ്ഞിട്ട് അതിന് 1.5 കോടി രൂപ നീക്കി വച്ചിരിക്കുകയാണ്. അതായത് ഈ കോവിഡ് എങ്ങനെയാണ് കേരളീയരുടെ ഈ വൈദേശിക ജീവിതത്തെ ഒറ്റപ്പെടുത്തുകയും കൂടുതൽ പ്രയാസകരമാക്കി തീർക്കുകയും അത് ഒരു വേറിട്ട് പോകലിൻ്റെ അവസ്ഥയായി തീരുകയും ചെയ്തത് എങ്ങനെ എന്നുള്ളത് നമ്മൾ പരിഗണിക്കുമ്പോൾ, ഈ തരത്തിൽ 1.5 കോടി രൂപ ചിലവാക്കി എന്താണ് നിങ്ങൾ വിദേശത്തെ മലയാളികളുടെ കോവിഡ് അവശതകൾ പരിഹരിക്കാൻ വേണ്ടിയാണ് ഇത് വിളിച്ചു കൂട്ടുന്നത് വെച്ചാൽ മനസ്സിലാക്കാം. അല്ലാതെ എന്തുണ്ടാക്കാനാണ് ഈ കേരള ലോക്സഭ ഇപ്പോൾ വിളിച്ചു കൂട്ടുന്നത് എന്നുള്ളതാണ്. അതിന് 1.5 കോടി രൂപ നീക്കി വെച്ചിരിക്കും. പിന്നെ രണ്ടാമത് നമ്മൾ വലിയൊരു ഉത്സവം ഇവിടെ നടത്താൻ പോവുകയാണ്. ജനകീയാസൂത്രണത്തിൻ്റെ 25 വർഷം കഴിഞ്ഞു എന്ന് പറഞ്ഞത് നമുക്ക് എത്ര ഉന്മാദഭരിതമായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ അതിനെപ്പറ്റി വിശദീകരിക്കുന്നില്ല. അതായത് നിങ്ങൾ ജനകീയാസൂത്രണത്തെ പറ്റി പറയുമ്പോൾ നിങ്ങൾ ആദ്യം ജനകീയാസൂത്രണത്തിൻ്റെ പൈലറ്റ് പ്രോജക്റ്റ് കേരളത്തിലേക്ക് വന്നത് എങ്ങനെയാണെന്ന് പറയണം. അതായത് ഒരു ചരിത്രമുണ്ടല്ലോ, ഈ ജനകീയാസൂത്രണം എന്ന് പറയുന്നത് ഒരു ചരിത്രമുണ്ടല്ലോ. ഇറ്റ് ഈസ് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്ന USAIDയുടെ ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമാണ്. അവിടെ നിങ്ങൾ മഹാത്മാഗാന്ധി EMS നമ്പൂതിരിപ്പാടിനെ എന്ന് കൂട്ടുപിടിച്ച് അവരൊന്നും അല്ല അത് ഉണ്ടാക്കിയത്. USAID കണ്ടുപിടിച്ചത് USAIDയിലിരിക്കുന്ന മഹാരഥന്മാർ MK ഗാന്ധിയും EMS നമ്പൂതിരിപ്പാടൊന്നുമല്ല. അവർക്ക് അവരുടേതായ രാഷ്ട്രീയ വീക്ഷണങ്ങളിൽ നിന്ന് എങ്ങനെയാണ് ഒരു ജനകീയ ശക്തിയെ ഈ ഭരണത്തിൽ പങ്കാളികളാക്കി തീർക്കുക എന്നുള്ളതിനെപ്പറ്റി അവർക്ക് അവരുടേതായ കാഴ്ചപ്പാടുണ്ട്. അത് ഗാന്ധിയുടേതായ കാഴ്ചപ്പാടുണ്ട്.
EMSൻ്റേതായ കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടുകളോട് യാതൊരു ബന്ധവുമില്ലാത്ത ഈ ഡീസെൻട്രലൈസേഷൻ, അധികാര വികേന്ദ്രീകരണം എന്ന് പറയുന്ന USAIDയുടെ പ്രോജക്റ്റ്, അത് നേഷൻ സ്റ്റേറ്റ്സിനെ ശിഥിലീകരിക്കുക എന്ന് പറയുന്ന കൃത്യമായ ദൗത്യമുള്ളൊരു പദ്ധതി. ആ പദ്ധതി എന്ന് പറയുന്നത് ഇന്നത്തെ ഇന്ത്യയുടെ അവസ്ഥയ്ക്ക് മുഖ്യ കാരണമാണത്. കോവിഡ് വരുന്നതിന് മുമ്പും പിൻപുമുള്ള ഇന്നത്തെ അവസ്ഥയ്ക്ക് മുഖ്യ കാരണമെന്ന് പറയുന്നത് ഈ ഡീസെൻട്രലൈസേഷൻ, ഗ്ലോബലൈസേഷൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ, ആൻ അഡ്ജങ്ക്ട് ടു ഗ്ലോബലൈസേഷൻ, അല്ലെങ്കിൽ ഹൗ ടു ഇംപ്ലിമെൻറ്റ് സ്ട്രക്ചറൽ ചേഞ്ചസ്, അതായത് അവർ പറഞ്ഞ ഘടനാപരമായ പരിഷ്കാരങ്ങൾ നടപ്പിൽ വരുത്തുന്നതിനുള്ള, ഇപ്പോൾ ലിബറലൈസേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ അതായത് ഭരണത്തിൻ്റെ സ്ട്രക്ചറിൽ ഘടനാപരമായ പരിഷ്കാരങ്ങൾ വരുത്തണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ്, അത് രാജ്യങ്ങൾ തമ്മിലുള്ള കയറ്റുമതി ഇറക്കുമതി ബന്ധങ്ങളിൽ മാത്രമല്ല, ആ തരത്തിലുള്ള അടിമവൽക്കരണം മാത്രമല്ല, ഈ ജനങ്ങളും ഭരണകൂടവും തമ്മിലുള്ള ബന്ധത്തിൽ ഈ ഭരണകൂടത്തെ അവിടെ നിന്ന് ലിഫ്റ്റ് ചെയ്തിട്ട് അതിന് പകരം ഫോറിൻ ക്യാപിറ്റലിന് ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക, അങ്ങനെ നേഷൻസിനെ ശിഥിലീകരിക്കുക എന്ന് പറഞ്ഞ കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന ഡീസെൻട്രലൈസേഷൻ്റെ ഭാഗമായിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. ഇതിനെപ്പറ്റി ഞാൻ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നില്ല. പക്ഷേ എനിക്ക് പറയാനുള്ളത്, നിങ്ങളിത് നടത്തുമ്പോൾ ആദ്യം ഇതിൻ്റെ പൈലറ്റ് പ്രോജക്റ്റ് എന്തുകൊണ്ട് നെതർലൻഡ്സിൽ നിന്ന് ഒളിച്ചു കടത്തി എന്ന് വ്യക്തമാക്കണം. ഇതിൻ്റെ ചരിത്രം, ജനകീയാസൂത്രണത്തിൻ്റെ ചരിത്രം പാഠം കേസിനെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പൈലറ്റ് പ്രോജക്റ്റിനെതിരെയാണ് നമ്മൾ കേസ് കൊടുത്തത്. പഞ്ചായത്ത് ലെവൽ ഡെവലപ്മെൻറ്റ് പ്ലാനിംഗ് ആണ് ജനകീയാസൂത്രണം എന്ന് MP പരമേശ്വരൻ എഴുതിയിട്ടുള്ള പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങളിതിൻ്റെ ചരിത്രം എഴുതുമ്പോൾ MP പരമേശ്വരനെ മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ? MP പരമേശ്വരൻ പറയുന്നത് എന്താണ്? ഞാൻ ചെന്ന് ഇത് ആദ്യം EMSനെ കൊണ്ട് സംസാരിച്ചു. അപ്പോൾ EMS ഈ പറഞ്ഞ അങ്ങനെ ഈ തരത്തിൽ ഒരു പുതിയ പദ്ധതി അതിനെപ്പറ്റി നിങ്ങൾ ആലോചനകൾ നടത്തട്ടെ, അത് ആവാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ EMS സമ്മതിച്ചു. അപ്പോൾ EMS സമ്മതിച്ചാൽ അയാൾ എഴുതി വെച്ചിട്ടുള്ളതാണ്. EMS സമ്മതിച്ചാൽ പിന്നെ സ്റ്റേറ്റ് കമ്മിറ്റിയിലുള്ള എല്ലാം സമ്മതിക്കും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആദ്യം EMSൻ്റെ കൺസെൻറ്റ് വാങ്ങിയത്. അതിനുശേഷമാണ് ഈ കള്ളക്കടത്ത് ആരംഭിക്കുന്നത്. ദി പ്രോജക്റ്റ് ഇറ്റ്സെൽഫ് വാസ് സ്മഗിൾഡ്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. പഞ്ചായത്ത് ലെവൽ ഡെവലപ്മെൻറ്റ് പ്ലാനിംഗ് എന്ന് പറഞ്ഞ പദ്ധതി കള്ളക്കടത്ത് ചെയ്യുകയായിരുന്നു. കാരണം അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നേഷൻ സ്റ്റേറ്റ് ഫ്രാഗ്മെൻറ്റേഷൻ ആയിരുന്നു. ഗവൺമെൻറ്റിനെ ലിഫ്റ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. വില്ലേജിൻ്റെ അഡ്മിനിസ്ട്രേഷൻ്റെ രംഗത്ത് നിന്ന് സ്റ്റേറ്റിനെ ലിഫ്റ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു എന്ന് ജോഹന്നാസ്ബർഗിൽ MP പരമേശ്വരൻ അവതരിപ്പിച്ച പ്രബന്ധം വരണം, MP പരമേശ്വരൻ്റെ പുസ്തകം വരണം, PLDP വരണം. അത് ജനകീയാസൂത്രണമാണെന്ന് പറയുന്ന ആ പുസ്തകം. ജനകീയാസൂത്രണം എന്ന് പറയുന്ന പദം ആദ്യം ഉപയോഗിക്കുന്നത് എവിടെ? ഇതിനൊക്കെ ഒരു ചരിത്രമുണ്ടല്ലോ. 25 വർഷത്തെ രജത ജൂബിലി ആഘോഷിക്കുമ്പോൾ ആരാണ് ഇത് ആദ്യമായിട്ട് പ്രയോഗിക്കുന്നത്? ഏത് പദ്ധതിക്കാണ് പ്രയോഗിച്ചത്? ആ പദ്ധതിക്ക് വേണ്ടി 16 കോടി ഇവിടെ കടത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. അത് FCRA വയലേറ്റ് ചെയ്താണ് കിടന്നത്. അതായത് ജനകീയാസൂത്രണം എന്ന് പരമേശ്വരൻ സ്വന്തം പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുള്ള പഞ്ചായത്ത് ലെവൽ ഡെവലപ്മെൻറ്റ് പ്ലാനിങ്ങിന് വേണ്ടി 16 കോടി രൂപ നെതർലൻഡ്സിൽ നിന്ന് കള്ളക്കടത്ത് ചെയ്യുകയും അതിനുശേഷം വീണ്ടും 33 കോടി രൂപ അവരനുവദിക്കുകയും ചെയ്തപ്പോഴാണ് അതിനെപ്പറ്റിയുള്ള പ്രശ്നങ്ങളുണ്ടാകുന്നത്. അപ്പോൾ ആ കള്ളത്തരങ്ങളെല്ലാം എഴുതണം. അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ കള്ളം എഴുതുമ്പോഴത്തേക്ക് തോമസ് ഐസക്കും പരമേശ്വരനുമൊക്കെ വിലങ്ങണിഞ്ഞ് ജയിലിൽ പോകേണ്ട ഒരു അവസ്ഥയും കൂടെ ഉണ്ടാകും. അത് മറച്ചു വെച്ചുകൊണ്ട് നിങ്ങൾക്ക് രജത ജൂബിലി ആഘോഷിക്കാൻ പറ്റില്ല. എങ്ങനെ നിങ്ങൾ എഴുതും? ജനകീയാസൂത്രണം എന്ന് പറയുന്നത് പഞ്ചായത്ത് ലെവൽ ഡെവലപ്മെൻറ്റ് പ്ലാനിംഗ് ആണെന്ന് പരമേശ്വരൻ്റെ അധികാര വികേന്ദ്രീകരണം കേരളത്തിൽ എന്നുള്ള പുസ്തകത്തിൽ കട്ടയ്ക്ക് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നീട് വന്ന പീപ്പിൾസ് പ്ലാൻ ക്യാമ്പയിൻ എന്ന് പറയുന്നത് ജനകീയ ആസൂത്രണ വികസന പദ്ധതി എന്നാണ് അതിൻ്റെ പേര് എന്നാണ് പരമേശ്വരൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ജനകീയാസൂത്രണത്തിൻ്റെ 25ാം വാർഷികം ആരംഭിക്കുക. ആദ്യം അതിൻ്റെ പൈലറ്റ് പ്രോജക്റ്റ് എങ്ങനെയാണ് CDSE കൂടെ കടത്തിക്കൊണ്ടുവന്നപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് അതിൽ ചില പ്രധാനപ്പെട്ട രാഷ്ട്രീയ ദൗത്യങ്ങൾ മറച്ചു വെച്ചു? പിന്നീട് നിങ്ങൾ എന്ത് ചെയ്തു? വേൾഡ് ബാങ്കിൽ ഗുലാത്തിയും തോമസ് ഐസക്കും കൂടി അവതരിപ്പിച്ച 2020 വേൾഡ് ബാങ്ക് സമ്മിറ്റിൽ അവതരിപ്പിച്ച പ്രബന്ധം വരണം. നിങ്ങളിതെല്ലാം കൂടി ഒരു പുസ്തകമാക്കുക. നിങ്ങളുടേതായ ഡോക്യുമെൻറ്റ്സ്, പരമേശ്വരൻ്റെ ജോഹന്നാസ്ബർഗ് സ്പീച്ച്, അതായത് എങ്ങനെ സ്റ്റേറ്റിനെ ഒഴിവാക്കാം എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്ന ജോഹന്നാസ്ബർഗ് സ്പീച്ച്, പിന്നെ
ഐസക്കും ഗുലാത്തിയും കൂടെ, അതായത് ഈ എലക്റ്റഡ് ഗവൺമെൻറ്റൽ പഞ്ചായത്ത് ഗവേണിംഗ് ബോഡീസിൻ്റെ അധികാരം പിടിച്ചെടുത്ത് നോൺ ഗവൺമെൻറ്റലായിട്ടുള്ള PDS പഞ്ചായത്ത് ഡെവലപ്മെൻറ്റ് സൊസൈറ്റി, അതിനുശേഷമാണ് ഇപ്പോൾ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് സൊസൈറ്റി, അതിൻ്റെ ഒരു കോംപ്രമൈസ് പോലെയാണ് വരുന്നത്, അതിന് കൈമാറുന്നതിനെപ്പറ്റി അതിൽ ഞങ്ങൾ അശ്രാന്ത പരിശ്രമം നടത്തി. പക്ഷേ പരാജയപ്പെട്ടില്ല. നമുക്ക് ഗവൺമെൻറ്റിനെ ഒതുക്കാൻ പറ്റിയില്ല. അത് നമ്മൾ തുടർന്ന് ശ്രമിക്കുന്നുണ്ട് എന്ന് പറയുന്ന 2000-ലെ പ്രബന്ധം ഇതിൻ്റെ ഭാഗമായിട്ട് വരണം, ജനകീയാസൂത്രണത്തിൻ്റെ ഭാഗമായിട്ട് വരണം. നിങ്ങളുടെ ജനകീയാസൂത്രണത്തെ പറ്റി നിങ്ങൾ ഒരു ഇത് നടത്തുമ്പോഴത്തേക്ക്, ഉത്സവം നടത്തുമ്പോൾ അതിന് ആധാരമായിട്ടുള്ള പ്രാഥമിക രേഖകൾ നിങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ പബ്ലിക്കായിട്ട് കൊണ്ടുവരണം. അത് ഇനിയും ഒളിച്ചു വയ്പ്പാണ്, അതായത് വസ്തുതകൾ ഒളിച്ചു വയ്ക്കുന്നതാണ് ജനകീയ ആസൂത്രണം. അത് ജനങ്ങളുടെ പങ്കാളിത്തമാണ് അധികാരത്തിൽ ജനങ്ങൾക്ക് പങ്കാളിത്തം ഉണ്ടാകുമ്പോഴത്തേക്ക് ജനങ്ങളിൽ നിന്ന് കാര്യങ്ങൾ ഒളിച്ചു വയ്ക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ മുഖ്യ കാര്യം. അതിൻ്റെ മുഖ്യ കർമ്മ പദ്ധതി ജനങ്ങളിൽ നിന്ന് എങ്ങനെ വസ്തുതകൾ ഒളിച്ചു വയ്ക്കാതെ, ഈ ഒളിച്ചു വയ്ക്കപ്പെട്ടിരിക്കുന്ന രേഖകൾ ആദ്യം നിങ്ങൾ മുന്നോട്ട് വയ്ക്കണം. വെച്ചിട്ട് വേണം 25 വർഷത്തെ കൂത്തുവിട നടത്താനായിട്ട്. ആളുകളിവിടെ ജീവിക്കാനാവാതെ നട്ടം തിരിയുമ്പോൾ ഒരു രാജ്യത്തെ മുഴുവൻ വഞ്ചിക്കാൻ വേണ്ടി USAID തയ്യാറാക്കിയ ഒരു പദ്ധതി 25 വർഷം കൊണ്ട്, നിങ്ങൾ ഒരൊറ്റ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ മതി. 25 വർഷത്തിന് മുമ്പ് കേരളത്തിൻ്റെ അടിത്തറ എന്തായിരുന്നു, കേരളത്തിൻ്റെ അസറ്റ് ആൻഡ് ലയബിലിറ്റിയും എന്തായിരുന്നു? ഇന്ന് 25 വർഷം കഴിയുമ്പോൾ ജനകീയാസൂത്രണത്തിന്, എന്തായാലും ജനകീയാസൂത്രണം ജനങ്ങളുടെ കൂട്ടായ പുരോഗതിക്ക് വേണ്ടിയാണല്ലോ. ഓരോ പൗരൻ്റെ മേലും എത്രയാണ് ഈ പറയുന്ന ഋണബാധ്യതയുടെ ഭാരം ഈ 25 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് പറയാമോ? അങ്ങനെ വരുമ്പോൾ ജനകീയാസൂത്രണത്തെപ്പറ്റി നിങ്ങളുടെ വ്യാഖ്യാനം എന്താണ്? അതായത് ജനകീയാസൂത്രണം ഏത് ഒരു ആസൂത്രണം, ജനകീയാസൂത്രണത്തെ ഇറ്റ് ഗോസ് അഗൻസ്റ്റ് സോഷ്യലിസ്റ്റ് പ്ലാനിങ് എന്ന് പറഞ്ഞ കൺസെപ്റ്റിനെതിരെ അമേരിക്കൻ ഇമ്പീരിയലിസം കൊണ്ടുവന്ന ഡെവലപ്മെൻറ്റ് പ്ലാനിങ് എന്ന് പറയുന്ന ഒരു സൂത്രം. ആദ്യം ശാസ്ത്ര സാഹിത്യ പരിഷത്തുകാരെ സമ്മതിക്കാൻ റോസ്റ്റോവിൻ്റെയൊക്കെ ഒരു പദ്ധതിയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അതിനെ എതിർത്തുകൊണ്ട് ലേഖനം എഴുതിയാണ്. അപ്പോൾ ഞാൻ തന്നെ മറുപടി എഴുതിയിരുന്നു, ഇത് അവനുണ്ടാക്കിയതാണ്. അവർ പറഞ്ഞു പ്ലാനിങ് ഒരിക്കലും വരില്ല, അത് സോഷ്യലിസ്റ്റ് പ്ലാനിങ് ആണ്. ജനകീയാസൂത്രണം എന്ന് പറയുന്നത് പ്ലാനിങ്, ആസൂത്രണം പിന്നെ പ്ലാനിങ് ഇല്ല. അവന് എന്താണ് അന്ന് RVG മേനോൻ അങ്ങനെയുള്ള പ്രവൃത്തികളെല്ലാം കൂടെ ചാടി വീണതാണ്. പ്ലാനിങ് എന്ന് പറയുന്നത് സോഷ്യലിസ്റ്റ്. പക്ഷേ നിങ്ങളുടെ ഡെവലപ്മെൻറ്റ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചർ ഓറിയൻറ്റഡ് ആയിട്ട് കിട്ടുന്ന പണം മുഴുവനും പലയിടത്തു നിന്നായിട്ട് കടമായും ഗ്രാൻഡായും വാങ്ങിയിട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞിട്ട് ആ പണം മുഴുവനും തുലയ്ക്കുക എന്ന് പറയുന്ന ഒരു പ്ലാനിങ്ങാണ് നിങ്ങളുടെ പ്ലാനിങ് എന്ന് പറയുന്നത്. ഈ പ്ലാനിങ് കൊണ്ട് 25 വർഷമായിട്ട് നമ്മൾ സാമ്പത്തിക രംഗത്ത് എന്ത് മുന്നേറ്റം നടത്തി. അതായത് നിങ്ങളത് അധികാരം ജനങ്ങളുടെ കയ്യിലേക്ക് വന്നപ്പോൾ അധികാരം എന്നുള്ളതിന് ഋണഭാരം അല്ലെങ്കിൽ ഋണബാധ്യത എന്നാണ് അർത്ഥമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പറയുന്നത് ജനകീയാസൂത്രണം ഒരു വിജയമാണ്. അധികാരമെന്ന് പറയുന്നത് എൻ്റെ കഴുത്തലിലൊടിഞ്ഞു പോകത്തക്ക രീതിയിൽ ഇനി ജീവിക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് ഇറങ്ങി സഞ്ചരിക്കാനാവാത്ത രീതിയിൽ സാമ്പത്തിക അസ്വതന്ത്രതയുടെ ചങ്ങലകൾ അവരുടെ കാലുകളെ കെട്ടിവരിയുന്ന ഒരു ദുരവസ്ഥ ഈ 25 വർഷത്തെ ജനകീയാസൂത്രണം കൊണ്ട് സൃഷ്ടിച്ചതിന് ശേഷം അതിൻ്റെ ആഘോഷത്തിൻ്റെ മണിമുഴക്കമാണ് കേൾക്കാൻ പോകുന്നു. ആഘോഷം എത്രയോ 1 വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷം എല്ലാ പഞ്ചായത്തുകളിലും നടത്താൻ പോവുകയാണ്. നല്ലതാണ്, ആഘോഷം നടത്താൻ പറ്റിയ സമയമാണ്. കോവിഡ് ആയതുകൊണ്ട് ലേറ്റായിപ്പോയി. അതായത് യഥാർത്ഥത്തിൽ പഞ്ചായത്ത് ലെവൽ ഡെവലപ്മെൻറ്റിൻ്റെ ആ ശിലാസ്ഥാപനം എന്ന് പറയുന്നത് 5 പഞ്ചായത്തുകളിലായിട്ട് നടക്കുന്ന 1995-ലാണ്. 95 ഇപ്പോൾ 2000 ആകുമ്പോഴത്തേക്ക് തന്നെ 5 വർഷം കഴിഞ്ഞു. 2020 ആകുമ്പോൾ തന്നെ 5 വർഷം കഴിഞ്ഞു. ഇത് 6-ാം വർഷം അവസാനിക്കാറാകുമ്പോഴത്തേക്ക് നിങ്ങളിത് നടത്തുന്നത് കോവിഡിൻ്റെ മധ്യത്തിലാണ്. നിങ്ങൾ ലോക്സഭ നടത്തുന്നത് കോവിഡിൻ്റെ മധ്യത്തിലാണ്. അതായത് ഈ തരത്തിലുള്ള 6 ബോറത്തരങ്ങൾ, അതായത് ഒരു ജനതയുടെ സാമ്പത്തിക ജീവിതത്തെ മുഴുവൻ ഛിദ്രീകരിക്കുകയും അസ്ഥിരീകരിക്കുകയും അതിനെ ഋണബാധ്യതയുടെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തുകയും ചെയ്ത ഒരു വാമനൻ്റെ കാലുകളാണ് ജനകീയാസൂത്രണം എന്ന് പറയുന്നത്. അത് ലോകബാങ്കിൻ്റെ കാലുകളാണ്.
അത് IMFൻ്റെ കാലുകളാണ്, അത് WTOയുടെ കാലുകളാണ്. കേരളത്തെ പോലെയുള്ള പണ്ട് കടലിൽ നിന്നോ അല്ല ഒരുത്ത മഴു എറിഞ്ഞപ്പോഴത്തേക്ക് കയറി വന്നാണെന്ന് പറഞ്ഞു. ഇപ്പോൾ അയാളും മഴുവും എല്ലാം കൂടെ വലിച്ചെടുത്തുകൊണ്ട് പോയ ഒരു 25 വർഷത്തെ വീരഗാഥ, അതിന് ചമൽക്കാരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ആളുകളുടെ പണം വീണ്ടും ദുർവിനിയോഗം ചെയ്യുക. പണമില്ലാതെ പറ്റില്ലല്ലോ. ഇപ്പോൾ എന്താ റേഷൻ കൊടുക്കുന്നതിന് ഉദ്ഘാടനം ചെയ്യാനായിട്ട് അവിടുന്ന് ബൈഡനെ ക്ഷണിക്കണമെന്നാണ് യഥാർത്ഥത്തിൽ മന്ത്രി പറഞ്ഞത്. ബൈഡന് തീരെ സമയമില്ലാത്തതുകൊണ്ട് പിന്നെ മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ എല്ലാ റേഷൻ ഷോപ്പുകളും കവർ ചെയ്യാൻ പറ്റില്ല. എല്ലാ റേഷൻ ഷോപ്പുകളിലും ഈ ഹെലികോപ്റ്റർ പാഡ് ഇല്ലാത്തതുകൊണ്ട്, അതിൻ്റെ അടുത്ത് ഹെലികോപ്റ്റർ പാഡ് ഇല്ലാത്തതുകൊണ്ട് പറ്റില്ല. അങ്ങനെയാണെങ്കിൽ മന്ത്രിമാരായാൽ മതി. മന്ത്രിമാർ അവൈലബിൾ അല്ലെങ്കിൽ MLA എന്താണ് ഓണം കിറ്റ് വിതരണം ചെയ്യുന്നതിന് കഴിയുന്നത്ര പബ്ലിസിറ്റി കൊടുക്കണം. എല്ലായിടത്തും പോസ്റ്റർ പതിക്കണം, ഇതാ ഓണം കിറ്റുകൾ കൊടുക്കുന്നു. എന്ത് അസംബന്ധമാണ് ഈ പറയുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ഈ ഓണം കിറ്റ് എന്ന് പറയുന്നത് അത് കൊടുത്ത് നിങ്ങൾക്ക് ഈ പറയുന്ന നമ്മുടെ ഈ ദുരിതത്തിനൊരു ആശ്വാസം കണ്ടെത്താൻ പറ്റുമോ? തൂങ്ങി മരിക്കുവാൻ നിൽക്കുന്നവൻ്റെ കഴുത്തിൽ ഈ ഓണത്തിൻ്റെ കിറ്റ് കൂടെ കെട്ടി തൂക്കി കൊടുക്കുക, തൂങ്ങി മരിക്കാൻ തയ്യാറെടുക്കുന്നവൻ്റെ. എന്നിട്ട് അത് ഉദ്ഘാടനം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ദിവസം ഒരു 10 തൂങ്ങി വരണമെങ്കിലും നിങ്ങൾക്ക് വളരെ നിർലോഭം കിട്ടുന്നുണ്ട്. വിഷം കുടിച്ചുള്ള മരണങ്ങളും കുടുംബ ആത്മഹത്യകളും കിട്ടുന്നുണ്ട്. ഈ ആത്മഹത്യകൾ ഉദ്ഘാടനം ചെയ്യാനായിട്ട് നിങ്ങൾ മന്ത്രിമാരെ വിളിക്കുക. ഓരോ ആത്മഹത്യ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന, അതായത് ഓരോ പഞ്ചായത്ത് വാർഡുകളിൽ ഇറങ്ങിയിട്ട് ഇന്ന് എത്ര പേര് ആത്മഹത്യ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നൊരു കണക്കെടുത്തിട്ട് അതിൻ്റെ സമയം നിശ്ചയിച്ചിട്ട് ആത്മഹത്യകൾ ഉദ്ഘാടനം ചെയ്യാനായിട്ട് മുഖ്യമന്ത്രി സംസ്ഥാന തലത്തിലുള്ള ആത്മഹത്യകളുടെ ഉദ്ഘാടനം നിർവഹിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം മന്ത്രിമാരും MLA ഒക്കെ അതാത് പ്രദേശങ്ങളിലും വാർഡുകളിലുമുള്ള ആത്മഹത്യ. അപ്പോൾ ജനസംഖ്യ കുറയുകയും ചെയ്യും. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ജനസംഖ്യ കുറയും, അതനുസരിച്ച് രോഗവും കുറയും. ആൾ മരിക്കുമ്പോഴത്തേക്ക് രോഗം കുറയുമല്ലോ. അപ്പോൾ അതും ഒരു നേട്ടമാണ്. അപ്പോൾ ഇത് ഞാൻ പറയുന്നത്, നിങ്ങൾ ജനകീയ ആസൂത്രണത്തിൻ്റെ സെമിനാർ നടത്തുകയാണെങ്കിൽ അതിൻ്റെ ഒരു ബദൽ രേഖ ഞാൻ ഉണ്ടാക്കും. ഇതാണ് ജനകീയ ആസൂത്രണം. നിങ്ങൾ ഒളിച്ചു വച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇതാണ്. ഒളിച്ചു വെച്ച രേഖകളുണ്ട്. ജനകീയ ആസൂത്രണത്തെപ്പറ്റി പച്ചയ്ക്ക് ആദ്യം MP പരമേശ്വരൻ എഴുതിയ ആ പുസ്തകം, അല്ലെങ്കിൽ പരമേശ്വരനെ വിളിച്ചു നിർത്തി, ജീവനോടെ വിളിച്ചു നിർത്തി നിങ്ങൾ ചോദിക്കണം, ജനകീയ ആസൂത്രണം എന്ന് പറയുന്ന പ്രയോഗം ആദ്യം നടത്തിയത് എവിടെയാണ്, ഏത് പുസ്തകത്തിലാണ്, അത് നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് പറഞ്ഞത്, ആ പ്രോജക്റ്റ് നിങ്ങൾ എന്താണ് രഹസ്യമായിട്ട് കള്ളക്കടത്ത് ചെയ്തത്, അതിൽ വിദേശ സഹായത്തിൻ്റെ ചരടുകളുണ്ട് എന്നുള്ളതിനെപ്പറ്റി നമുക്കിടയിൽ തന്നെ ആശയക്കുഴപ്പമുണ്ടായെന്ന് എഴുതി വച്ചിട്ടുണ്ട്. ആ വിദേശ ചരടുകളാണെന്ന് നമ്മുടെ കഴുത്തിന് മുറുക്കുന്നത് പല രൂപത്തിലും. അത് നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ ആഘോഷിക്കുന്നത് കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തത്തെയാണ്. നമ്മളെ പട്ടിണിക്കാരായ, അതായത് കടബാധ്യതയുടെ പടുതിയിൽ കൊണ്ട് തള്ളിയ ഒരു പ്രത്യേക സാമ്പത്തിക ദുരാചാരത്തിൻ്റെ, സാമ്പത്തിക ധൂർത്തിൻ്റെ, സാമ്പത്തിക ചെലവാളിത്തത്തിൻ്റെ, അന്തമില്ലായ്മയുടെ ആഴത്തിലേക്ക് നമ്മളെ തള്ളി വീഴ്ത്തിയ ഒരു ദുരന്തത്തിൻ്റെ ആഘോഷമാണ് നിങ്ങൾ ഇവിടെ നടത്തുന്നത്. നമ്മൾ പലരുടെയും ചരമം ആചരിക്കാറുണ്ട്. അതിൽ നിന്ന് ഒരു ഊർജ്ജശക്തി നമ്മൾ ശരിക്കും സമൂഹത്തിന് വേണ്ടി ജീവിച്ചു മരിച്ചവരുടെ ചരമം ആഘോഷിക്കാറുണ്ട്. ഇതങ്ങനെയല്ല. കേരള സമൂഹത്തിൻ്റെ ജീവിച്ചിരിക്കെയുള്ള മൃത്യു, ജീവിച്ചിടുന്നു മൃതിയിൽ എന്ന് പറഞ്ഞ പണ്ട് മന്മഥനാഥ് ഗുപ്ത ഒരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. ജീവിച്ചിടുന്നു മൃതിയിൽ, അതായത് മരിച്ചു പോയതിന് ശേഷവും അവർ ജീവിക്കുന്നു എന്ന് പറയുന്നത്. അതല്ല, ഇപ്പം നമ്മൾ കേരളത്തിലെ ആൾക്കാർ ജീവിക്കുന്നത് മരണത്തിലാണ്. മരണത്തിലൂടെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. 1.5 വർഷക്കാലമായിട്ട് കേരളത്തിലെ ജനങ്ങൾ മരണത്തിലൂടെ ജീവിച്ചിരിക്കുകയാണ്. മരണത്തിൻ്റെ മധ്യത്തിലൂടെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. മരണം വരുന്നില്ല എങ്കിൽ പോലും മരണം നിങ്ങൾക്ക് ചുറ്റും അങ്ങനെ ആർത്തലച്ചുകൊണ്ടിരിക്കുകയാണെന്നും, അവിടെ തിരിഞ്ഞാലും ഇവിടെ തിരിഞ്ഞാലും മരണത്തിൻ്റെ ഭീഷണി മാത്രമാണുള്ളതെന്നും, അതുകൊണ്ട് 20 ലക്ഷം ഈ പരീക്ഷണങ്ങളുടെ സൂചികളുമായിട്ട് അതാ യോദ്ധാക്കൾ നിങ്ങളെ വളഞ്ഞു വച്ചിരിക്കുന്നു എന്നുമുള്ളൊരവസ്ഥയിൽ ജീവിക്കുന്ന ഒരു ജനതയുടെ എന്താഘോഷമാണ് നിങ്ങൾ നടത്തുന്നത്? എന്താഘോഷമാണ്? ഈ തരത്തിലുള്ള അസംബന്ധങ്ങൾ നടത്തി
ഈ ഖജനാവ് മുടിക്കാൻ നിങ്ങൾ ജനകീയാസൂത്രണം കൊണ്ട് നോട്ട് എ സിംഗിൾ പോയിൻ്റ് ഓഫ് സംതിങ് പോസിറ്റീവ് എന്ന് പറയുന്ന ഒരു കാര്യവും നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. നിങ്ങൾ കുറേ പറഞ്ഞില്ലേ, മൈക്രോ ഫൈനാൻസ് സിസ്റ്റം കൊണ്ടുവന്ന് അതുകൊണ്ട് ചിലർക്ക് പ്രയോജനം ഉണ്ടായി. മൈക്രോ ഫൈനാൻസ് സിസ്റ്റത്തിൻ്റെ പേരിൽ ചില കുടുംബങ്ങൾ രക്ഷപ്പെട്ടു. നിങ്ങൾ കുറേ പേർക്ക് ആവശ്യമുള്ളതിന് ഇല്ലാത്തതിനൊക്കെ സബ്സിഡി ഇല്ലാതെ സ്വയം തൊഴിൽ കണ്ടെത്തി സ്വന്തം ഉള്ള കിടപ്പാടമൊക്കെ വിറ്റ് ബിസിനസ് നടത്തി കടമൊക്കെ നടത്തിയ ഉപജീവനം നടത്തിയവന് ബദലായിട്ട് നിങ്ങൾ കുടുംബശ്രീകളെ കൊണ്ട് ഈ സബ്സിഡിയും കൈക്കൂലിയും എല്ലാം കൊടുത്ത് വേണ്ടത്ര സാമൂഹിക പരിരക്ഷ കൊടുത്ത് അതിന് ബദലായിട്ട് ചില സ്ഥാപനങ്ങൾ കൊണ്ടുവന്ന് അവരുടെ ജീവിതം ഇല്ലാതാക്കി എന്നതിൽ കവിഞ്ഞ് ഈ കുടുംബശ്രീ ഒന്നും ചെയ്തിട്ടില്ല. ഇനി കുടുംബശ്രീ അങ്ങ് സ്പുട്നിക്കിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ അങ്ങ് ബഹിരാകാശത്തിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പ്രശ്നവുമില്ല. ഇതൊക്കെ നിങ്ങളുടെ വിനോദത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ്. ഇതൊന്നും ഒരു ശരിയായി. ദർ ഇസ് നോ വിമൻ എംപവർമെൻറ്റ്. എന്തോ വിമൻ എംപവർമെൻറ്റ്? സ്ത്രീകൾ ശബരിമലയിൽ കയറിയാൽ സ്ത്രീകളുടെ കാലറ്റ് വീഴുമെന്നും ശരീരഭാഗങ്ങൾ അറുത്ത് വീഴ്ത്തപ്പെടുമെന്നും വിശ്വസിക്കുന്ന ഒരു പ്രാകൃത ഒരു ചിന്തയിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകുന്ന ഒരവസ്ഥയ്ക്കെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ കഴിയാത്ത നിങ്ങൾ എന്ത് വിമൻ എംപവർമെൻ്റാണ്? ഇപ്പോൾ സ്ത്രീകളെ ഏറ്റവും മൃഗീയമായിട്ട് മാരകമായിട്ട് കൊല ചെയ്യുകയാണ്. എന്തുകൊണ്ടാണ് ഇത്രയും അഗ്രസീവായിട്ടുള്ള ഇത്രയും ക്രൂരമായ കൊലപാതകങ്ങൾ? അതായത് തീയിൽ പൊള്ളിച്ചു കൊല്ലുന്നു, ചുട്ടുകൊല്ലുന്നു, വെടിവെച്ച് കൊല്ലുന്നു, വെട്ടിക്കൊല്ലുന്നു, കുത്തിക്കൊല്ലുന്നു. ഈ തരത്തിൽ സ്ത്രീ പുരുഷ ബന്ധങ്ങളിൽ ഇത്രയും തീവ്രമായൊരു പകയുടെയും അല്ലെങ്കിൽ എതിരാളിയെ നശിപ്പിക്കാമെന്ന് നമുക്ക് ആഗ്രഹിക്കാം, ഉപേക്ഷിച്ച് പോകാം. അങ്ങനെയല്ല, നശിപ്പിക്കുക, ഞാനും നശിക്കുക എന്നുള്ളൊരവസ്ഥയിൽ കുടുംബ ബന്ധങ്ങൾ എത്തിച്ചേരുന്നുള്ള കാരണം എന്താണ്? നിങ്ങൾ സാമൂഹ്യശാസ്ത്രപരമായ അതിൻ്റെ ഒരു പഠനം നടത്തൂ. നിങ്ങളുടെ ജനകീയ ആസൂത്രണമാണ് അതിൻ്റെ കാരണം. പറഞ്ഞു വന്നാൽ പല കാര്യങ്ങളും പറയേണ്ടി വരും. നിങ്ങളുടെ ജനകീയ ആസൂത്രണമാണ്. നിങ്ങൾ ഈ സാമൂഹ്യ രംഗത്ത് നമ്മുടെ ഒരു സാമൂഹ്യ നൈതികതയുണ്ട്. മോണോഗമിയുമായിട്ടും കുടുംബവുമായിട്ടും ബന്ധപ്പെട്ട സാമൂഹ്യ നൈതികതയുണ്ട്. അതിനെ അതിക്രമിച്ച് കയറുന്ന ന്യൂ ക്യാപിറ്റലിസത്തിൻ്റേതായ പ്രവണതകളുണ്ട്. ആ പ്രവണതകളിൽ പ്രധാനമായിട്ട് വരുന്ന ധൂർത്തും ആർഭാടവുമാണ്. സ്ത്രീയും പുരുഷനും ഈ ധൂർത്തിൻ്റെയും ആർഭാടത്തിൻ്റെയും ചങ്ങലയ്ക്കുള്ളിലാണ്. ഏറ്റവും ഈ താണതലത്തിൽ ജീവിക്കുന്നവരുടെ മുന്നിൽ പോലും നിങ്ങൾ ഉയർത്തിക്കാട്ടുന്ന ഇത്തരം രൂപങ്ങളാണ്. എല്ലാവരുടെയും കയ്യിലൊരു മൊബൈൽ ഉണ്ടായിരിക്കും, വാട്സപ്പ് ഉണ്ടായിരിക്കും, ചാറ്റിംഗ് ഉണ്ടായിരിക്കും, മറ്റെല്ലാ സങ്കേതങ്ങളും ഉണ്ടായിരിക്കും. ആ തരത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മാവിന് കിട്ടുന്ന ഒരു ഉന്നമനത്തിലൂടെ കുടുംബ ബന്ധങ്ങളിൽ സംഭവിക്കുന്ന ഒരു ശൈഥില്യമുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ഒരു ഉപകരണം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഉപകരണം പ്രോപ്പറായിട്ട് ഉപയോഗിക്കുന്നതിന് പകരം നിങ്ങൾ ഈ പരസ്യങ്ങളിലൂടെ പറഞ്ഞില്ലേ, ഇപ്പോൾ മാതൃഭൂമിയുടെയോ ഹിന്ദുവിൻ്റെയോ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെയോ ഒക്കെ പണ്ടത്തൊക്കെ പത്രം വരുമ്പോഴത്തേക്ക്, പണ്ട് ഞാൻ മനോരമയുടെ പഴയ ലക്കങ്ങൾ കണ്ടിട്ടുണ്ട്, സഹോദരൻ്റെ പഴയ ലക്കങ്ങൾ കണ്ടിട്ടുണ്ട്. സഹോദരൻ്റെ പഴയ ലക്കങ്ങളിൽ ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യന് എന്നുള്ള കട്ട അക്ഷരത്തിൽ ഫ്രണ്ടിൽ അച്ചടിച്ചിരിക്കും സഹോദരൻ, പത്രാധിപർ കെ അയ്യപ്പൻ, ഡേറ്റ്. ഇതാണ് മനോരമയുടേത്. പരസ്യമായിരുന്നു. കുറേ കാലം കഴിഞ്ഞപ്പോഴത്തേക്കും മനോരമയും മാതൃഭൂമിയും കേരളമൊക്കെ ഫ്രണ്ട് പേജിൽ നിന്ന് പരസ്യം അങ്ങ് മാറ്റിയിട്ട് ഇപ്പോൾ എല്ലാ പത്രങ്ങളിലും ആദ്യം വരുന്നത് ആദ്യത്തെ പേജ് പരസ്യമായിരിക്കും, കവർ പേജ് പരസ്യമായിരിക്കും പത്രങ്ങളിൽ. ഈ ഏർപ്പാട് തുടങ്ങിയെന്നതിലാണ് ഇതൊരു വലിയ ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുന്നത്. അതായത് ഒരു കൺസ്യൂമറിസ്റ്റ് മൈൻഡ് ജീവിതത്തിൻ്റെ താഴെ തട്ടിൽ പോലും അതിൻ്റെ വേരുകൾ ഇറങ്ങിച്ചെല്ലുമ്പോഴുണ്ടാകുന്ന ഒരു അപകടമാണ്. ആ അപകടമാണ് ഈ ക്രൂരമായ നരഹത്യകൾ. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചെറുപ്പക്കാരനെ പ്രേമിച്ചതിൻ്റെ പേരിൽ വെട്ടിക്കൊല്ലുന്നു, ഒരു സ്ത്രീയെ വിശ്വാസമില്ലായ്മയുടെ പേരിൽ വെടിവെച്ച് കൊല്ലുന്നു. ആ തരത്തിലൊക്കെയുള്ള ആ നരഹത്യകളുടെ തീവ്രത, അതിൻ്റെ ഒരു അഗ്രസീവ് ആക്രമണത്തിൻ്റേതായിട്ടുള്ള ആ നിഷ്ഠൂരത അത് വർദ്ധിച്ചു വരുന്നത് ഈ പറഞ്ഞതുപോലെ അതിനെ ഇൻറ്റൻസിഫൈ ചെയ്യുന്ന ഒരു കച്ചവട തന്ത്രത്തിൻ്റേതായ പരസ്യങ്ങളുണ്ട്. കാര്യം വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഗ്രീഡ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. മനുഷ്യന് ആവശ്യങ്ങളാകാം, അത്യാവശ്യങ്ങളുമാകാം. അത്യാവശ്യങ്ങളുണ്ട്, അത് കഴിഞ്ഞിട്ട് ആവശ്യങ്ങളുണ്ട്, അത് കഴിഞ്ഞിട്ട് ആഗ്രഹങ്ങളാകാം. പക്ഷേ ദുരാഗ്രഹങ്ങളാകരുത്.
ദുരാഗ്രഹങ്ങളുടെ ഒരു മണ്ഡലം സൃഷ്ടിക്കുക എന്നുള്ളതാണ് കൺസ്യൂമർ ക്യാപിറ്റലിസത്തിൻ്റേതായിട്ടുള്ള തന്ത്രം. ആ ദുരാഗ്രഹങ്ങളുടേതായ ആ തന്ത്രം, കൺസ്യൂമർ ക്യാപിറ്റലിസത്തിൻ്റെ തന്ത്രം ഇവിടെ കൊടിനാട്ടുമ്പോഴാണ് നമ്മുടെ സാമൂഹ്യ രംഗത്ത് ഇത്രയും തീവ്രവും അനാശാസ്യവുമായിട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നത്. ജീവിതത്തിൻ്റെ അനാശാസ്യതകളുടെ ആഴവും പരപ്പും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് പല തരത്തിലും. ആൻഡ് ദി റീസൺ ഈസ് ദി എക്കണോമിക് സ്ട്രൈറ്റ്സ് വെയർ വി ആർ ലെയ്ഡ്. അതാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. കടലിടുക്കുകളിലാണ്, സാമ്പത്തിക കടലിടുക്കുകളിൽ കിടന്ന് കൈ ഉയർത്തി നിലവിളിക്കുന്ന ഒരു ജനതയുടെ പരാക്രമങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് നിങ്ങൾ ജനകീയാസൂത്രണത്തിൻ്റെ മറ്റതുണ്ടാക്കുന്നതെന്ന് പറയുന്നത്. രജത ജൂബിലി എന്താണ് ജനകീയാസൂത്രണം ഉണ്ടാക്കി തന്ന നേട്ടം? എന്താണ്? നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള സമ്പൂർണമായ തകർച്ചയ്ക്ക് ഉത്തരവാദിത്വമുള്ള ഒരു ജനവിരുദ്ധമായ ഒരു ആസൂത്രണമാണ് ജനകീയാസൂത്രണം. അതായത് ഒരു ആസൂത്രണം പോസിറ്റീവായി തീരുമ്പോൾ അത് ജനതയുടെ സമ്പദ് വ്യവസ്ഥയെ സ്ഥിരീകരിക്കുകയും അതിനെ ചടുലമാക്കുകയും അതിനെ ക്രിയാത്മകമാക്കുകയും അതിനെ ഉൽപ്പാദനക്ഷമമാക്കുകയും ചെയ്യും. അതാണ് ഒരു ജനകീയമായിട്ടുള്ള ആസൂത്രണത്തിൻ്റെ ഏറ്റവും സർഗാത്മകമായ മുഖമെന്ന് പറയുന്നത്. അതിനു പകരം 3,16,000 കോടിയുടെ കടത്തിൽ നിൽക്കുന്നു. അപ്പോൾ ഒരു കിഫ്ബി ഉണ്ടാക്കുന്നു. അതെന്തിനാ? എന്താവശ്യത്തിന് വേണ്ടിയാ കിഫ്ബി? അവനുണ്ടാക്കിയിട്ട് അവൻ അതൊരു ബോർഡ്, ഫിനാൻസ് മിനിസ്റ്ററിയും PWD മിനിസ്റ്ററും ഉണ്ടായിരിക്കുമ്പോഴത്തേക്ക് കിഫ്ബി ഇതിൻ്റെ രണ്ടിൻ്റെയും പണികൾ സ്വയം ഏറ്റെടുത്ത് ചെയ്യുന്നു. എന്നിട്ട് അവർ വേറെ ബോർഡിന് കൺസൾട്ടൻസി കൊടുക്കുന്നു. ഇത് ആരുടെ നിർദ്ദേശമാണ്? പണം കടം കൊടുക്കുമ്പോഴത്തേക്ക് വേൾഡ് ബാങ്കും IMF ഒക്കെ ചില ഉപാധികൾ മുന്നോട്ട് വയ്ക്കും. ദി കൺസൾട്ടൻസി ഈസ് ഇമ്പോസ്ഡ്. നീ രാവിലെ പല്ല് തേക്കണമെങ്കിൽ അതിനൊരു കൺസൾട്ടൻസിയുടേതായിട്ടുള്ള ഒരു ചാർട്ടും കൂടെ ഉണ്ടായിരിക്കണം എന്ന് വേണമെങ്കിൽ പറയാം. കുളിക്കണമെങ്കിൽ കൺസൾട്ടൻസി വേണം എന്ന് പറയാം. അല്ലെങ്കിൽ നമ്മുടെ ദൈനംദിന ജീവിതങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കും കൺസൾട്ടൻസി ആകാം. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഏതാണ് നല്ലത് ചീത്ത എന്നൊക്കെ നോക്കി തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ വലിയ മെഗാ പ്രോജക്ട്സൊക്കെ വരുമ്പോൾ, ഒരു സ്റ്റേറ്റിൻ്റെ പ്രോജക്റ്റ് വരുമ്പോഴത്തേക്ക് അതിന് വളരെ കൃത്യമായിട്ടുള്ള കൂടിയാലോചനകളും ആസൂത്രണങ്ങളും വേണം. അത് ലീസ്റ്റ് കറപ്റ്റ് ആയിരിക്കണം. പബ്ലിക് മണി ലൂട്ട് ചെയ്യുന്ന ഒരു സമ്പ്രദായമാകരുത്. പൊതുമുതൽ കൊള്ളയടിക്കുന്ന ഒരു സമ്പ്രദായമാകരുത്. പൊതുമുതൽ ഏറ്റവും അധികം കൊള്ളയടിക്കപ്പെട്ട ഒരു കാലത്തെ നിങ്ങൾ ജനകീയാസൂത്രണത്തിൻ്റെ കാലമെന്ന് പറയുന്നത്. പൊതുമുതൽ കൊള്ളയടിക്കപ്പെട്ടു. അതായത് ഗ്രാമീണ തലത്തിൽ മുതൽ, അതായത് പ്രാദേശിക പഞ്ചായത്ത് തലത്തിൽ മുതൽ പൊതുമുതൽ കൊള്ളയടിക്കപ്പെട്ടു. പൊതുമുതൽ നിർലോഭമായി കൊള്ളയടിക്കപ്പെട്ടു. അത് കൊള്ളയടിക്കപ്പെട്ടതിൻ്റെ ദുരന്തമാണ് ജനകീയാസൂത്രണം എന്ന് പറയുന്നത്. അതായത് ഒരു സാമ്പത്തിക ആസൂത്രണം എന്ന് പറയുന്നത് ജനങ്ങളുടെ സാമ്പത്തിക അവസ്ഥയെ മുകളിലോട്ട് പിടിച്ചു കയറ്റുന്ന ആസൂത്രണമായിരിക്കണം. അല്ലാതെ അതിനെ ഒരു 3 ലക്ഷം കോടിയുടെ കടത്തിലേക്ക് ഇടിച്ചു താഴ്ത്തുന്നതായിരിക്കരുത്. ആ മഹാമഹം നിങ്ങൾ കൊണ്ടാടാൻ പോവുകയാണത്രേ. അതിൻ്റെ ആദ്യം മുതലുള്ള രേഖകൾ നിങ്ങൾ എടുത്തു വയ്ക്കുക. അല്ലെങ്കിൽ ആ രേഖകൾ വെച്ച് ഞാൻ പുസ്തകം തയ്യാറാക്കാം. ആദ്യം മുതലുള്ള രേഖകൾ, അതിൻ്റെ വികേന്ദ്രീകൃത ആസൂത്രണത്തെപ്പറ്റി ഇയാൾ എഴുതിയ 2 ഗ്രന്ഥങ്ങളുണ്ടല്ലോ, 4 ലോക പുസ്തകം ഉണ്ടല്ലോ, അതെല്ലാം വരട്ടെ. എല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് വരട്ടെ. അയാളുടെ ജോഹന്നാസ്ബർഗ് പ്രബന്ധം, ഐസക്കിൻ്റെ വേൾഡ് ബാങ്ക് പ്രബന്ധം, ഇതെല്ലാം കൂടെ നിങ്ങൾ തുന്നി ആരോ പരിഭാഷ കൊടുത്തിട്ട് ആളെടുത്ത് അത് വായിക്കാൻ പറയണം. വായിക്കാൻ പറയുമ്പോൾ ആൾക്ക് മനസ്സിലാകുന്നതാണ്. ഞാൻ അത്ര അതിനെക്കുറിച്ച് പറയുന്നുള്ളത്. ഇത് 2 കാര്യങ്ങളാണ്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങൾ പറയാം, നിങ്ങൾ 2 ആഘോഷങ്ങൾ നടത്താൻ പോകണം എന്ന് പറഞ്ഞ് കേട്ടപ്പോഴത്തേക്ക് ഉണ്ടായ ഒരു പ്രതികരണമായിട്ട് അത് മനസ്സിലാക്കിയാൽ മതി. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിപ്പോൾ ഇവിടെ പ്രതിപക്ഷം ഏറ്റെടുത്തില്ലെങ്കിലും there is a very serious allegation by a customs officer, Sumit Kumar. Certain ministers are involved in dollar trade എന്ന് അയാൾ വളരെ വ്യക്തമായിട്ട് ഇതിൽ പ്രതിയായ സ്വപ്നയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അയാളുടെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിരിക്കുകയാണ്. അയാൾ അങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാൻ പ്രൊവിഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ള അറിഞ്ഞൂടാ.
അയാളാണ് അതിൽ കുറ്റക്കാരൻ, സ്വപ്നയാണോ കുറ്റക്കാരൻ, അതോ ഇനി ഈ പറഞ്ഞതുപോലെ സ്പീക്കറും മുഖ്യമന്ത്രിയും അതിൽ ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ചെയ്തിരുന്നു എന്നുള്ള കാര്യം ഞാൻ അസെപ്റ്റ് ചെയ്തു പറയുന്നു എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ വൈ ഷുഡ് ഇറ്റ് ബി ഡിലേയ്ഡ്? അതാണ് ചോദ്യം. ഇതിപ്പോൾ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയിട്ട് കുറേ നാളായില്ലേ. നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയെ, നമ്മുടെ എക്കോണമിയെ വളരെ അടിസ്ഥാനപരമായി തുരങ്കം വയ്ക്കുന്ന ഒരു വ്യവസായം ഒരുപക്ഷെ ഉമ്മൻചാണ്ടിയുടെ കാലത്തും ഈ പറയുന്ന സുനിൽ കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള കസ്റ്റംസിൻ്റെ സഹായത്തോടു കൂടി തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കസ്റ്റംസിൻ്റെ ഉദ്യോഗസ്ഥന്മാർക്ക് അതിൽ കാര്യമായ പങ്കുണ്ടെന്നുള്ള കാര്യം ഞാനും നിങ്ങളും സംശയലേശമന്യേ അറിയുന്ന കാര്യമാണ്. അപ്പോൾ അതിൽ ആരെ കുറ്റപ്പെടുത്തിയെന്നുള്ള, പക്ഷേ അതിൽ ഭരണകർത്താക്കൾക്ക് പങ്കുണ്ടെന്നും ചീഫ് മിനിസ്റ്റർക്ക് പങ്കുണ്ടെന്നും ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അത് ഉത്തരവാദിത്വപ്പെട്ട ഒരു കസ്റ്റംസ് ഓഫീസർ എന്തെങ്കിലും രേഖകളുടെ അടിസ്ഥാനത്തിൽ ആരോപണം ഉന്നയിച്ച് അത് റോഡിൽ പറഞ്ഞ് നടക്കേണ്ട കാര്യമല്ല. ഒന്നിൽ അയാളെ വിലക്കണം, അത് റോഡിൽ പറഞ്ഞ് നടക്കരുത്. അത് പറഞ്ഞു വിലക്കാൻ അയാളുടെ പേരിലൊരു കേസ് ഫയൽ ചെയ്യാനുള്ള, ഇവിടെയല്ല കസ്റ്റംസിനെ ശിക്ഷിക്കാനല്ല, പേഴ്സണൽ കേസ്, അല്ലെങ്കിൽ അയാൾ പറഞ്ഞത് ശരിയാണെന്ന് അയാൾ തെളിയിക്കണം. ഇത് രണ്ടുമില്ലാതെ ഇങ്ങനെ റോഡിലിട്ട് അലക്കിക്കൊണ്ടിരിക്കുന്നത് ശരിയായ കാര്യമില്ല. എന്ത് അലക്കിയാലും അലക്കിയില്ലെങ്കിലും ആര് കള്ളനാണ് എന്നുള്ള കാര്യം, നമ്മുടെ ഭരണാധികാരി കള്ളനോ കൊള്ളക്കാരനാണോ എന്നുള്ള കാര്യം നമുക്ക് ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കേസിൽ അത് പിന്നെ ഒരു പേഴ്സണലായിട്ടുള്ളൊരു ബന്ധത്തിൻ്റെ പേരിൽ, പക്ഷേ അയാൾ കാശടിച്ച് മാറ്റിയെന്നോ അങ്ങനെയുള്ള ആരോപണങ്ങളൊന്നുമില്ല. അല്ലെങ്കിൽ ഈ അധോലോക ബന്ധങ്ങളുണ്ടായിരുന്നോ ഇല്ല എന്നുള്ള കാര്യങ്ങളില്ല. പക്ഷേ ഇവിടെ അധോലോക ബന്ധത്തിന് പ്രത്യക്ഷമായിട്ടുള്ള തെളിവുണ്ട്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ആരാണ് തുഷാർ വെള്ളാപ്പള്ളി, ഇന്ന് വെള്ളാപ്പള്ളി നടേശനെതിരെയുള്ള സാമ്പത്തിക ക്രമക്കേടുകളിലെ കുറേ കേസൊക്കെ ഇവിടെയല്ല വേറെ അടുത്താണ് പറയേണ്ടതെന്നും പറഞ്ഞ് തള്ളി. നടേശനെതിരെ ആര് കേസ് കൊടുത്താലും തള്ളിപ്പോവും. അതാണ് കോടതിയുടെ അവസ്ഥയെന്ന് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ ടെക്നിക്കൽ റീസൺസ് പറഞ്ഞ് തള്ളാം. അങ്ങനെ ഒരു മോഷ്ടാവിന് സുരക്ഷിതനായിട്ട് സമൂഹത്തിൽ വിലസാം. അതാണ് അവസ്ഥ. പക്ഷേ അയാളുടെ മകന് അവിടെ ഗൾഫ് രാജ്യത്ത് എന്തായിരുന്നു ജോലിയെന്ന് പിണറായി വിജയൻ അറിയാം. പിണറായി വിജയന് ഈ ഡോളർ കള്ളക്കടത്തിലൊന്നും പങ്കില്ല എന്ന് ഞാൻ സമ്മതിക്കാം. ഞാനങ്ങനെ ആവശ്യമില്ലാത്ത ആരോടൊന്നും പറയില്ല. പക്ഷേ ഇത് അങ്ങനെ പങ്കില്ലാത്ത ഈ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഏതാണ്ട് അതിന് സമാനമായിട്ടുള്ള ചില സാമ്പത്തിക കൊടുക്കൽ വാങ്ങലുകളുടെ പേരിൽ അവിടെ കുരുക്കിലായ ഒരു NDA നേതാവ് ഈ യുവജനങ്ങളുടെ ജ്വലിക്കുന്ന പ്രതീകമാണ്, അതുകൊണ്ട് രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ അവിടുത്തെ ബന്ധപ്പെട്ട ആൾ കത്തെഴുതുമ്പോഴത്തേക്ക് അത് മുഖ്യമന്ത്രിയും ഈ കത്ത് വാങ്ങുന്ന ആളും തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധത്തിൻ്റെ കൊടുക്കൽ വാങ്ങലുകളുടെ ഒരു അടയാളം പോലും ആണ്. ഫോർ ദി സോൾ റീസൺ that he made a recommendation for this person. ഈ വെള്ളാപ്പള്ളി തുഷാർ അയാൾക്ക് റെക്കമെൻഡേഷൻ്റെ ഒരു ലെറ്റർ എഴുതിയെന്നുള്ളതിൻ്റെ പേരിൽ ദിസ് മാൻ ഷുഡ് ഗോ, അതായത് മുണ്ടയിൽ വിജയന് ഒരു നിമിഷം പോലും ഇവിടെ തുടരാൻ അർഹതയില്ല. വേറെ തെളിവൊന്നും ഞാൻ പറയുന്നില്ല. അത് സുമിത് കുമാർ തെളിയിക്കുകയോ തെളിയിക്കാതിരിക്കുകയോ, ഇയാൾ ഡോളർ കള്ളക്കടത്ത് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ, ഇയാളുടെ ഓഫീസിലെ ദുരുപയോഗം എന്നൊക്കെ പറയുന്നത് ഞാനൊന്നും അറിഞ്ഞില്ല, എൻ്റെ ഓഫീസിൽ കിടന്നത് ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ പിന്നെ ഇയാളവിടെ എന്തിനിരുന്നു എന്നുള്ള ചോദ്യം, ആ ചോദ്യമൊക്കെ സ്വാഭാവികമായിട്ടുള്ള ചോദ്യമാണ്. പക്ഷേ ഇതൊരു കോൺക്രീറ്റ് എവിഡൻസാണ്. ദി ചീഫ് മിനിസ്റ്റർ റൈറ്റിംഗ് എ ലെറ്റർ ടു എ ഫോറിൻ റൂളർ ഓർ സംതിങ് ലൈക്ക് ദാറ്റ്, ഓർ എൻ എംബസി, ഓർ ഇയാളുടെ വേറെ ഏതെങ്കിലും ഉള്ള ഒരു തമ്മിൽ നല്ല ബന്ധങ്ങളുണ്ടായിരിക്കാം. ആ ബന്ധങ്ങൾ എങ്ങനെ ഉണ്ടായി എന്നുള്ളതും പ്രശ്നമാണ്. അതായത് എംബസി തന്നെ കള്ളക്കടത്ത് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടുത്തെ മുഖ്യമന്ത്രി അവിടുത്തെ ഒരു ഗവൺമെൻറ്റിലെ ഏതെങ്കിലും ഒരാൾക്ക് ഒരു കത്ത് കൊടുക്കുമ്പോഴത്തേക്കും അവിടുത്തെ ഭരണാധികാരിയോ ആരോ ആവട്ടെ, അവരുടെ ഈ പറഞ്ഞില്ലേ സാമ്പത്തികമായിട്ടുള്ള മോറൽസ് എന്താണെന്ന് നമുക്കറിഞ്ഞുകൂടാ. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഇയാൾ രക്ഷിക്കണം, കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇയാൾ നമ്മുടെ കമ്പനിയിൽപ്പെട്ട ആളാണെന്നും പറഞ്ഞൊരു കത്തെഴുതി കൊടുത്ത് രക്ഷിക്കുമ്പോഴത്തേക്ക് ആ ഒറ്റ കാരണം കൊണ്ട്, അത് ഈ തുഷാർ വെള്ളാപ്പള്ളിയോട് എനിക്ക് വൈരാഗ്യമുള്ളത് കൊണ്ടല്ല, പക്ഷേ ഒരു മുഖ്യമന്ത്രി ഈ തരത്തിൽ ഈ സാമ്പത്തിക ഇടപാടുകളുടെ അല്ലെങ്കിൽ സാമ്പത്തിക കുറ്റകൃത്യങ്ങളുടെ പേരിൽ അവിടെ ചാർജ് ചെയ്യപ്പെട്ട ഒരാളിനെ നിങ്ങൾ ജയിലിലടയ്ക്കരുത് എന്ന് പറഞ്ഞൊരു കത്തെഴുതേണ്ട യാതൊരു കാര്യവുമില്ല.
അത് എഴുതിയതിന് യാതൊരു നീതീകരണവുമില്ല. അത് അധികാര ദുർവിനിയോഗമാണ്. അതിൽ ഇറ്റ് സ്മെൽസ്, ഈ പറഞ്ഞതുപോലെ ഈ തരത്തിലുള്ള ഏറ്റവും വൃത്തികെട്ട കറപ്ഷൻ്റെ ദുർഗന്ധം അതിൽ നിന്ന് വരികയാണ്. നമ്മുടെ മുഖ്യമന്ത്രി ഒരു കള്ളക്കടത്ത് മേഖലയിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് വിശ്വസിക്കാൻ നമ്മൾ ബാധ്യസ്ഥരായിത്തീരുകയാണ്. അപ്പോൾ അതുകൊണ്ട് സുമിത് കുമാർ പറഞ്ഞത് സുമിത് കുമാർ തെളിയിക്കട്ടെ. പക്ഷേ അതിനു മുമ്പ് തന്നെ ഇദ്ദേഹം അയോഗ്യനാണ്. അത് പറഞ്ഞില്ലേ, പൂച്ചയ്ക്കാര് മണികെട്ടും എന്ന് പറയുന്നത് പോലെ CPM-നുള്ളിലൊരു സീതാറാം യെച്ചൂരി അത് പറയുകയാണെങ്കിൽ യെച്ചൂരി പിന്നെ അവിടെ ഇരിക്കില്ല. യെച്ചൂരി പിറ്റൊന്നു പോലെ കാണാതാവും. ആ തരത്തിൽ കേരളത്തിൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റിയിലോ ഇപ്പോൾ പറഞ്ഞില്ലേ സുധാകരൻ എന്തൊക്കെ അതിക്രമങ്ങളാണ് കാണിച്ചത്, എന്തൊക്കെ ദ്രോഹങ്ങളാണ് പാർട്ടിക്ക് ചെയ്തിട്ടുള്ളത് എന്നുള്ളതിനെപ്പറ്റി ഇവിടെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ആ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഇതിൽ അന്വേഷണമൊന്നും വേണ്ടല്ലോ. ഇറ്റ് ഈസ് പുട്ട് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അല്ലെങ്കിൽ ഇയാളുടെ ഇതിൽ ആധുനിക സൂത്രം ഉപയോഗിച്ച് അങ്ങോട്ട് അയച്ച ഒരു ലെറ്ററാണ്. ഇറ്റ് ഈസ് ഓൺ റെക്കോർഡ്, നോട്ട് ഓഫ് റെക്കോർഡ്, ഓൺ റെക്കോർഡ് ആണ്. ഓൺ റെക്കോർഡായിട്ടുള്ളതാണ്, അല്ലാതെ അന്തരീക്ഷത്തിൽ മർമർ ചെയ്തതുപോലും അല്ല. ഓൺ റെക്കോർഡായിട്ടൊരു കറപ്ഷൻ്റെ എവിഡൻസ് ഉള്ളിലുള്ളപ്പോൾ പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റിയിലോ CCയിലോ അല്ലെങ്കിൽ പോളിറ്റ് ബ്യൂറോയിലോ ഇയാൾ ചെല്ലുമ്പോഴും നിങ്ങൾ എന്താണ് ഇങ്ങനെ കാണിച്ചത് എന്ന് ചോദിക്കാൻ എന്താണ് നിങ്ങൾക്ക് അതിലുള്ള താല്പര്യമെന്ന് ചോദിക്കുക. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ മണി ഫ്രോഡ്. ഈ തുഷാർ വെള്ളാപ്പള്ളിയും വെള്ളാപ്പള്ളി നടേശനും നടത്തിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളെപ്പറ്റി കേരളത്തിൽ സാമാന്യമായിട്ടുള്ള എല്ലാവർക്കും അറിയാം. ഈ വിജയന് പറയാമോ ഈ ആളുകളിൽ നിന്ന് കാശ് പിടിച്ച് കുറയ്ക്കുന്നില്ല, ഇയാൾ കൈക്കൂലി വാങ്ങുന്നില്ല എന്ന് പറയാമോ, ഇയാൾ കറപ്ഷൻ നടത്തില്ല എന്ന് പറയാമോ, ഇയാളുടെ മകൻ ആ കറപ്ഷനിൽ പങ്കില്ല എന്ന് പറയാൻ പറ്റുമോ? അയാളുടെ ഗൂണ്ടായുസത്തിൻ്റെ ബലത്തിലാണ് ഈ കള്ളക്കച്ചവടം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു സംസ്ഥാനത്തെ മുഴുവൻ ദുഷിപ്പിക്കുന്ന, അതായത് NSSകാരെ കാശ് വാങ്ങാറുണ്ട്, ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകാരെ കാശ് വാങ്ങാറുണ്ട്. പക്ഷേ ഈ ഗൂണ്ടാബലവും ഈ ഒരു അധികാരശക്തിയും ഏറ്റവും വൃത്തികെട്ട രീതിയിൽ പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു സമൂഹത്തെ മുഴുവൻ മലീമസമാക്കുന്ന രീതിയിൽ അഴിമതിയുടേതായിട്ടുള്ള ആ അഹങ്കാരം ഈ കേരളത്തിൻ്റെ സാംസ്കാരിക ജീവിതത്തിൽ എറിഞ്ഞ് പറ്റിച്ചുകൊണ്ട് ഇങ്ങനെ ഈ അധമ പ്രവർത്തനം നടത്തുന്നവരുടെ വക്താവായിട്ട് കേരള മുഖ്യമന്ത്രി വരികയോ അതിനുവേണ്ടി രേഖാമൂലം അവിടെ പോയി ഭക്ഷണം കഴിക്കുകയോ അയാളുടെ ഷർട്ട് കഴുകി കൊടുക്കുകയോ ഒക്കെ ചെയ്താലൊന്നും പരാതിയില്ല. അത് വ്യക്തിപരമായ ബന്ധമെന്ന് പറയും. പക്ഷേ ഇതല്ല, ഗവൺമെൻറ് ടു ഗവൺമെൻറ് റിലേഷനാണ്. ദർ ഇസ് എ ലീഗൽ ഇഷ്യൂ ദർ. ആ ലീഗൽ ഇഷ്യൂ സോർട്ട് ഔട്ട് ചെയ്യാതെ അതിനു മുമ്പ് അതിൽ കയറി ഇടപെട്ടു എന്ന് പറയുന്നത് ഒരു മുഖ്യമന്ത്രി ചെയ്യാൻ പാടില്ലാത്ത കുറ്റകൃത്യമാണ്. അത് വളരെ നിസ്സാരമാണെന്നാണ്. ഫോർ ദി സോൾ കോസ്, ഇത് ഒറ്റ കാരണം കൊണ്ട് ഇയാൾ മുഖ്യമന്ത്രിയായിരിക്കാൻ അയോഗ്യനാണെന്ന് പറയാം. പിന്നെ ബാക്കിയുള്ള ഒരുപാട് കേസുകളുടെ നിരയുണ്ട്. പക്ഷേ അതൊക്കെ നിങ്ങൾ പറയുന്ന പോലെ നിങ്ങൾക്ക് ഒരുപക്ഷെ കോടതി ഡിസ്പ്രൂവ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ എഴുതിയ എഴുത്ത് നിങ്ങൾക്ക് ഡിസ്പ്രൂവ് ചെയ്യാൻ പറ്റില്ല. ഇഫ് യു ആർ എ CPIM member, you cannot do it. On any ground you cannot do it. അതൊരു ജീവകാരുണ്യ പ്രവർത്തനമല്ല, അതൊരു ചാരിറ്റി പ്രവർത്തനമല്ല, അത് ഒരു സാമ്പത്തിക ക്രമക്കേടിൻ്റെ ഒരു ലീഗൽ ഇഷ്യൂ ആണ്. ആ ലീഗൽ ഇഷ്യൂ നിങ്ങൾ കേരളത്തിലിടുന്നുണ്ട് സോർട്ട് ഔട്ട് ചെയ്യേണ്ട ആളല്ല. കേരളത്തിൻ്റെ ഭരണാധികാരം ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാനോ അധികാരമില്ല. അതുകൊണ്ട് നിങ്ങൾ പുറത്താക്കപ്പെടേണ്ടവനാണ്. നിങ്ങൾ കേരളത്തിന് പുറത്തു പോകേണ്ടവനാണ്. കേരളത്തിൻ്റെ മണ്ണിൽ ചവിട്ടാനുള്ള അർഹത പോലുമില്ല. കേരളം അത്രയ്ക്ക് ഉദാത്തമായൊരു ഭൂതലമാണ് എന്ന് കരുതുന്ന ഒരു സാംസ്കാരിക പാരമ്പര്യം, കരുതാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു സാംസ്കാരിക പാരമ്പര്യം, ഒരു സാംസ്കാരിക ബോധം, ഒരു സാംസ്കാരിക ഭൂതകാലം നമുക്കുണ്ട് എന്നുള്ളത് കൊണ്ട് നിങ്ങൾ കേരളത്തിന് പുറത്തു പോകണം. നിങ്ങൾ വല്ല ഗൾഫിലോ മറ്റോ പോയി അവിടെ വലിയ സമ്പന്നനായിട്ട് ഏതെങ്കിലും ഒരു ഷെയ്ക്കായിട്ട് ജീവിച്ചാൽ നമുക്ക് പരാതിയില്ല. പക്ഷേ ഇത് കേരളത്തിന് പറ്റിയ മാതൃകയല്ല. പിന്നെ ഞാനിപ്പോൾ പ്രധാനമായിട്ടും ഈ വരുന്ന ഈ കാര്യം എന്ന് പറഞ്ഞത് ഇപ്പോൾ ലോക്ക്ഡൗണിനെ കുറിച്ചിട്ടുള്ള കൺഫ്യൂഷനുകളാണ്. ആ കൺഫ്യൂഷനുകൾ TPR പറ്റുമോ, എന്തുകൊണ്ട് TPR പറ്റില്ല, TPR പറ്റുമോ എന്ന് ചോദിക്കുന്നവർ TPR എന്തുകൊണ്ട് പറ്റില്ല എന്നിവിടെ പറയണം. അത് പറയുന്നില്ല. TPR എന്തുകൊണ്ട് അശാസ്ത്രീയമാണ്. ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് ആസ് ഇറ്റ് ഈസ്
നിങ്ങൾ പറയുന്നത് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി വയ്ക്കുന്നു എന്നുള്ളതല്ല എൻ്റെ അശാസ്ത്രീയത എന്നത്. ദി ടെസ്റ്റ് ഈസ് അൺസയൻറ്റിഫിക്. ദർ ഈസ് നോ ടെസ്റ്റ് എഫിക്കസി. ടെസ്റ്റ് എഫിക്കസി എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് നോട്ട് ബീൻ എസ്റ്റാബ്ലിഷ്ഡ്. ആ കാര്യം പറയണം. അല്ലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി മോശമാണ് അതുകൊണ്ട് നമുക്ക് വേറെ നോക്കാം എന്ന് പറയുന്നിടത്ത് ഭീരുത്വമുണ്ട്. നിങ്ങൾ ടെസ്റ്റിൻ്റെ എഫിക്കസി, ആ എഫിക്കസി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ പ്രൂവ് ടു എ ബിറ്റ്. അല്പം പോലും നിങ്ങൾക്ക് സമർത്ഥിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഒന്നാണ്. ഒരു ദിവസം 2 ലക്ഷം ടെസ്റ്റ് നടത്തിയിട്ട് ആ ടെസ്റ്റിൽ നിന്ന് ഇപ്പോൾ എന്താ ഡെൽറ്റ വേരിയൻറ്റിൻ്റെ മറ്റ് ഏറ്റവും പുതിയ രൂപത്തെ എല്ലാം നിങ്ങൾ അനലൈസ് ചെയ്ത് കണ്ടെത്തുകയാണ് ഈ 2 ലക്ഷം ടെസ്റ്റ് നടത്തിയിട്ട്. അങ്ങനെയാണ് നിങ്ങൾ രോഗം കൺഫേം ചെയ്യുന്നത്. യുവർ കൺഫർമേഷൻ ഓഫ് ഡിസീസ് അതെന്ന് പറയുന്നത് ഇറ്റ്സ് എ റോങ് ഡൺ ടു ദി കമ്മ്യൂണിറ്റി ആസ് എ ഹോൾ. നിങ്ങളുടെ നടത്തുന്ന രോഗസ്ഥിരീകരണം എന്ന് പറയുന്നത് ഒരു അത്യാപത്താണ്. കേരളത്തിന് സംഭവിച്ചിരിക്കുന്ന അത്യാപത്താണത്. രോഗസ്ഥിരീകരണ സമർത്ഥമല്ലാത്ത സങ്കേതങ്ങൾ ഉപയോഗിച്ച് നിങ്ങളത് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ദിസ് TPR ഷുഡ് ഗോ. ഒരു TPR അശാസ്ത്രീയമാണ്, അത് കൊള്ളില്ല എന്ന് പറയുമ്പോൾ വൈ ഇറ്റ് ഈസ് അൺസയൻറ്റിഫിക് എന്ന് പറയാൻ കൂടി ഇപ്പോൾ മനോരമയും മാതൃഭൂമിയും ഒക്കെ എഴുതുന്നുണ്ട്. TPR അൺസയൻറ്റിഫിക് ആണ്. വ്യാപാരി വ്യവസായികൾ പറയുന്നുണ്ട് TPR അൺസയൻറ്റിഫിക് ആണ്. ചില ഡോക്ടർമാരും പറയുന്നുണ്ട് TPR അൺസയൻറ്റിഫിക് ആണ്. എങ്ങനെ അൺസയൻറ്റിഫിക് ആവുന്നു? എന്നുവെച്ചാൽ TPRയിലൂടെ നിങ്ങൾ നടത്തുന്നത് രോഗസ്ഥിരീകരണമാണ്. ആ രോഗസ്ഥിരീകരണം എന്ന് പറയുന്നത് പൂർണ്ണമായും അശാസ്ത്രീയമാണ് എന്നുള്ളതുകൊണ്ട്, അതായത് രോഗസ്ഥിരീകരണത്തിനുള്ള സാങ്കേതിക വൈഭവമില്ലാത്ത ടെസ്റ്റുകളാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്. അതും ഇത്ര വലിയ തോതിൽ. ഇപ്പോൾ ഈ സീറോളജിക്കൽ സർവേയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവർ തന്നെ പറഞ്ഞത് എന്താണ്? when it is done on a large scale you are not able to locate what is the relevant IgG. നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റില്ല. ആ ഗ്ലോബുലിൻ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റില്ല when it is done on a large scale എന്നാണ് അവരും പറയുന്നത്. അപ്പോൾ ഇത്രയും ലാർജ് സ്കെയിലിൽ പറഞ്ഞാൽ ഇവിടെ തമിഴ്നാട്ടിലും ഇതുപോലെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ മറ്റോ അവിടെ ഇച്ചിരി കൂടി. അപ്പോൾ ഇവിടെ ഇപ്പോൾ എത്ര നടത്തിയാലും ഇതിങ്ങനെ സ്റ്റാറ്റിക്കായിട്ട് തന്നെ നിൽക്കും. 12, 14, 15 ഇങ്ങനെ തന്നെ നിൽക്കും. ലോക്ക്ഡൗൺ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതങ്ങനെ തന്നെ നിൽക്കും. അതാണ് അതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഇഫ് യു കൺസീഡ് ദ TPR ഈസ് അൺസയൻറ്റിഫിക്, ദി ടേം ഈസ് ഇമ്പോർട്ടൻറ്റ്. അൺസയൻറ്റിഫിക് അശാസ്ത്രീയമാണെന്ന് പറയുകയാണെങ്കിൽ ദി മെത്തേഡ്സ് ഓർ ദി ഡിവൈസസ് ഡിപ്ലോയ്ഡ് ഇൻ ദിസ് TPR are unscientific and your conclusions are unscientific. നിങ്ങളിപ്പോൾ ഒരു ഡെത്ത് സർട്ടിഫൈ ചെയ്യുമ്പോൾ അത് ശാസ്ത്രീയമായിരിക്കണം എന്ന് പറയുന്നത് പോലെ അതിൽ നിങ്ങൾ കാണിച്ചിട്ടുള്ള അസംബന്ധങ്ങൾ മനുഷ്യന് സഹിക്കാവുന്നതല്ല. അത് വേറൊരു കാര്യം. അത് സയൻറ്റിഫിക് ആയിരിക്കണമെന്ന് പറയുന്നത് പോലെ രോഗനിർണയം എന്ന് പറയുന്നത് ഏറ്റവും ക്രൂഷ്യലാണ്. രോഗസ്ഥിരീകരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ രോഗം നിർണയിച്ചു, ദി ഡയഗ്നോസിസ് ഈസ് ഓവർ എന്നാണ് അതിൻ്റെ അർത്ഥം. രോഗം നിങ്ങൾ നിർണയിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. നിങ്ങൾ ഒരു രോഗവും നിർണയിച്ചിട്ടില്ല. ഒരു ദിവസം 20 ലക്ഷം ടെസ്റ്റ് നടത്തി നിങ്ങൾക്ക് ഒരു രോഗവും നിർണ്ണയിക്കാനാവില്ല. ആ കാര്യം കൺഫസ് ചെയ്ത് ജനങ്ങളോട് മാപ്പ് ചോദിക്കുകയാണ് ആദ്യം വേണ്ടത്. അതിന് വേറെ അൺസയൻറ്റിഫിക്കാണ്, അതിന് വേറെ ബദലുണ്ടാക്കി കളയാം എന്നൊക്കെ ഇരുന്നുകൊണ്ട് ഓട്ടയായിട്ട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി നിങ്ങൾ തുടരാൻ പോകുന്നതും ഈ 2 ലക്ഷം ടെസ്റ്റുകൾ തന്നെയാണ്. വാട്ട് ഈസ് ദി യൂസ് ഓഫ് ഇറ്റ്? ആർ യു ഏബിൾ ടു കൺഫേം ഡിസീസ്? ഈസ് ഇറ്റ് എ ഡയഗ്നോസിസ്? ദീസ് ആർ ദി റെലവൻറ്റ് ക്വസ്റ്റ്യൻസ്. ആ റെലവൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് മറുപടി പറയാൻ പറ്റുകയില്ല. നിങ്ങൾ തട്ടിപ്പ് നടത്തുകയായിരുന്നു. കേരളം കണ്ട ഏറ്റവും വലിയൊരു തട്ടിപ്പ് വീണ്ടും തുടർന്നു പോവുകയാണ്. ബിക്കോസ് ദർ ആർ സം ബൈൻഡിങ് ഫോഴ്സസ്. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല. നിങ്ങൾ ബന്ധിതനാണ്. നിങ്ങൾക്ക് ചില സാമ്പത്തിക ബന്ധനങ്ങളുണ്ട്. ആ ബന്ധനങ്ങളുടെ ഉള്ളിൽ കിടന്നുകൊണ്ട് നിങ്ങൾക്ക് ഇതേ ചെയ്യാൻ പറ്റൂ. TPR വേണ്ടാന്ന് പറയുകയും എന്നാൽ ടെസ്റ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ഇന്ത്യയിലെ പൊതു ദുരവസ്ഥയുടെ ഭാഗമായിട്ടേ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റൂ. അത് നിങ്ങളുടെ മാത്രം കുറ്റമല്ല, ഇന്ത്യയുടെ പൊതു ദുരവസ്ഥയാണ്. പക്ഷേ അവരൊക്കെ അവിടെ തന്ത്രപരമായിട്ട് ഈ പറഞ്ഞതുപോലെ ടെസ്റ്റ് റിസൾട്ടിൽ വേണ്ടത്ര മായം കലർത്തി അവർക്ക് തോന്നുന്നില്ല എന്ന് വെച്ചാൽ ഈ ടെസ്റ്റ് റിസൾട്ട് ആക്യുറേറ്റ് അല്ല എന്ന് സാമാന്യ ബുദ്ധിയുള്ളവർക്കെല്ലാം അറിയാം. അതുകൊണ്ട് അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് ഇത് ഇൻസിസ്റ്റ് ചെയ്യുന്ന അധികാരികളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇവിടെ വന്ന് ധർമ്മസങ്കടത്താണ്. പത്രം തുറന്ന് നോക്കുമ്പോഴേക്ക് എന്തോ ഈ മാതൃഭൂമിയുടെ മനോരമയുടെയൊക്കെ ഒരു ഹെഡിങ് ഉണ്ട്. അപ്പോൾ
അതിൽ ഒന്ന് പറഞ്ഞിരിക്കുന്ന പുതിയ വകഭേദമില്ല എന്നും പറഞ്ഞാണ് ജനങ്ങളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി മാതൃഭൂമി ഒരു വലിയ ഹെഡിങ് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഈ വകഭേദം ഭയങ്കരമായിരിക്കുമെന്നും പറഞ്ഞ് മനോരമയിൽ വേറെ ഒരു റിപ്പോർട്ടുമുണ്ട്. ഇതാര് പറയുന്നതാണ് ശരി എന്നൊന്നും നമുക്കറിഞ്ഞുകൂടാ. അത് അങ്ങനെയും വരാൻ വഴിയുണ്ട് വൈദ്യരെ എന്ന് പറയുന്ന ഒരു സമ്പ്രദായമാണ് കേരളത്തിലുള്ളത്. ഡെൽറ്റ തന്നെ കൂടുതൽ അപകടകാരിയായ വകഭേദം ഇല്ലെന്ന് പഠന റിപ്പോർട്ട് പഠിച്ചപ്പോഴത്തേക്ക് അപകടമൊന്നുമില്ല, അത്ര അപകടകാരിയായ വകഭേദമൊന്നുമില്ല. അപകടകാരിയായ വകഭേദം എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഇപ്പോൾ മുണ്ടയിൽ വിജയനേക്കാളും അപകടകാരിയായ വേറൊന്നും ഇല്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരു ചീഫ് മിനിസ്റ്ററുടെ ഒരു ദൗത്യം എന്ന് പറയുന്നത് ടു ബി ഓണസ്റ്റ്. ഇങ്ങനെ ഒരു ആപത്സന്ധി വരുമ്പോഴത്തേക്ക് ലോകം മുഴുവൻ ഒന്നു ചേർന്നായി നമ്മളെ ആക്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അതൊരു ഒറ്റപ്പെട്ട ആക്രമണമാണെന്ന് ഞാൻ പറയുന്നില്ല, കേരളത്തിന് മാത്രം സംഭവിക്കുന്ന ഒരു അപകടമാണെന്ന് ഞാൻ പറയുന്നില്ല. ലോകം മുഴുവൻ ഒന്നായി മനുഷ്യരാശി ആക്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഒരു ഭാഗമെന്ന നിലയിൽ വരുന്ന ആക്രമണം വരുമ്പോൾ നമുക്ക് നമ്മുടേതായ രീതിയിൽ ചില പ്രതിരോധങ്ങളുണ്ട്. പല സംസ്ഥാനങ്ങളും ആ രീതിയിലാണ് അവർ പ്രതിരോധിക്കുന്നത്. ആ തരത്തിൽ എന്തായാലും കള്ളത്തരം കാണിക്കുന്നു. കള്ളത്തരം കാണിക്കുമ്പോൾ ആളെ രക്ഷിക്കാൻ വേണ്ടി കള്ളത്തരം കാണിച്ചുകൊണ്ട് ആളെ ശിക്ഷിക്കാൻ വേണ്ടി കള്ളത്തരം കാണിക്കണം. ഈ ടെസ്റ്റ് എന്ന് പറയുന്നത് കള്ളത്തരമാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വകഭേദങ്ങളും മറ്റുമൊക്കെ വരികയാണെങ്കിൽ നമ്മൾ സഹിച്ചേ പറ്റൂ. മരിക്കേണ്ടി വന്നാൽ മരിക്കും. ജനങ്ങളെന്താ ജനിച്ചു വീഴുമ്പോഴേ ഈ പറഞ്ഞില്ലേ ഇനി അങ്ങ് ലോകാവസാനം വരെ ജീവിക്കാമെന്ന് ആരും വാക്ക് കൊടുത്തിട്ടൊന്നുമില്ല. ആരുടെയും കാര്യമൊന്നും ഉറപ്പില്ല. ഇന്ന് കാണുന്നവനെ നാളെ കാണുന്നില്ല. കണ്ടങ്ങിരിക്കും ജനങ്ങളെ ആ ജനത്തിനെ കണ്ടില്ലെന്ന് വരുത്തുന്നതും ഭവാൻ എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. ഇന്ന് കാണുന്നവനെ നാളെ കാണണമെന്നില്ല, അതാണ് പറഞ്ഞത്. അതുകൊണ്ട് അങ്ങനെ മരണത്തെ ഭയന്നും പേടിച്ചും വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ഒരു ജീവരക്ഷയ്ക്ക് വേണ്ടി ജീവനെ തന്നെ ഇല്ലാതാക്കുകയും അങ്ങനെ ഒരു ദുർമരണങ്ങളുടേതായ ഒരു ആഘാതത്തിലൂടെ ജീവിക്കുന്ന ഒരു ജനസഞ്ചയത്തിൻ്റെ ഒരു ദുരിതാനുഭവമായി ജീവിതത്തെ മാറ്റുകയും ചെയ്യേണ്ട യാതൊരു ബാധ്യതയും ഒരു ഭരണാധികാരിക്കുമില്ല. അത് ഞാൻ പറഞ്ഞു വരുന്നതാണ്. അപ്പോൾ പുതിയ വകഭേദമില്ല എന്ന് പറഞ്ഞൊരു റിപ്പോർട്ടുണ്ട്. വകഭേദം ഉണ്ടായാലും ഇല്ലെങ്കിലും ഇപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്നത് സമിതി ഒരു തീരുമാനം എടുക്കുകയാണ്. ഇത് TPR-നെ പോലെ തന്നെ ഇപ്പോൾ മനോരമ പറയുന്നുണ്ട്, TPR-നെ പോലെ തന്നെ സീറോ സർവേ. അത് കുറേ കൂടെ ഈ അർത്ഥമില്ലാത്തതാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ രോഗം വന്നു പോയവരെത്ര അവരുടെ ശരീരത്തെല്ലാം ആൻറ്റിബോഡീസ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് അവർ ഇമ്മ്യൂണാണ്. അത് കണ്ടെടുത്തിട്ട് എന്താ പ്രയോജനം? ഇപ്പോൾ നിങ്ങളുടെ സംസ്ഥാനത്ത് 79% ഇമ്മ്യൂണിറ്റി ഉണ്ടെന്ന് പറയുന്നത് 79% പേർക്ക് ഈ രോഗം വന്നുപോയി. ശരി, സമ്മതിച്ചു. ഇനി വന്നുകൂടാന്നില്ല. വേറൊരു വകഭേദം വന്ന് കയറിക്കൊണ്ടുണ്ടോ? വകഭേദങ്ങൾ ഇങ്ങനെ വേരിയൻസ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയല്ലേ. വേറൊരു വകഭേദം ഇപ്പോൾ ഇന്ന് നിങ്ങൾ പറഞ്ഞില്ലേ, ആദ്യം നിങ്ങൾ SARS-CoV-2 എന്ന് പറയുന്ന ഒരു സംഭവമാണെന്ന് പറയുന്നത്. ഇപ്പോൾ B1 മറ്റേത് ആൽഫ ഡാറ്റ ഒമേഗ എന്നൊക്കെ പറഞ്ഞ് ഇതിൻ്റെ വേരിയേഷൻസ് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാധിച്ചുവിടുന്നുണ്ടോ? അപ്പോൾ അവിടെ ഒന്നും there is no assurance. Even by a vaccination you cannot be assured that you won't have any type of this disease. പിന്നെ ഈ ഡിസീസിൻ്റെ ഗ്രാവിറ്റി എന്താണ്, അതിനെ നമുക്ക് എങ്ങനെ നേരിടാൻ പറ്റും, അത്രയും നമ്മൾ നോക്കേണ്ട കാര്യമുള്ളൂ. അതൊരു പകർച്ചവ്യാധിയാണെങ്കിൽ ഒരു പകർച്ചവ്യാധി നമ്മളെങ്ങനെയാണ് നേരിടുന്നത്, ആ നേരിടുന്ന രീതിയിൽ നേരിട്ടിട്ട് താൽക്കാലികമായിട്ട് അവനെ നമ്മൾ അമർച്ച ചെയ്യുക. പകർച്ചവ്യാധികളുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് അത് ദീർഘകാലം നിലനിൽക്കില്ല. അതിൽ സ്നോ ലോഞ്ചിവിറ്റി 1 or 2 months അതാണ് സ്വാഭാവികതയിൽ അതിൻ്റെ ഒരു ലൈഫ് ടൈം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു വസൂരി വരുന്നു, അതൊരു പകർച്ചവ്യാധിയായിട്ട് വന്നിട്ടുണ്ട്. ക്ഷയം ഒരു വലിയ പരിധിയോളം പകർച്ചവ്യാധിയായിരുന്നിട്ടുണ്ട്. പക്ഷേ അതിന് നമുക്ക് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കണ്ടെയ്ൻ ചെയ്യാൻ വേണ്ടിയുള്ള സിസ്റ്റമുണ്ട്. അപ്പോൾ ആ തരത്തിലുള്ള പകർച്ചവ്യാധികൾ ഉണ്ടപ്പോഴും ഇപ്പോൾ എൻ്റെ വീട്ടിലൊരു ക്ഷയരോഗി ഉണ്ടായിരിക്കുമ്പോഴും ഞാൻ വായു ഒന്നും മൂടിക്കെട്ടിട്ടില്ല ജീവിച്ചിട്ടുള്ളത്. എൻ്റെ അമ്മയുടെ അച്ഛന് വെളുപ്പിന് എണീറ്റ് നിന്ന് ചുമയ്ക്കുന്ന ചുമ കേട്ട് കഴിഞ്ഞാൽ ആ പ്രദേശം മുഴുവൻ കുടുങ്ങും. അങ്ങനെയുള്ള ചുമയായിരുന്നു. അപ്പോൾ അവിടെയാണ് ഞാൻ ജീവിച്ചത്, എൻ്റെ കുടുംബം ജീവിച്ചത്. നമ്മൾ പൂക്കിലൊന്നും കെട്ടിയിട്ടൊന്നുമില്ല ജീവിച്ചത്. എന്നിട്ട് അവിടെ കഫമൊക്കെ അവർ ഇതിൽ കൊണ്ട് കുടിച്ചിട്ട് ക്ഷയത്തിൻ്റെ രോഗാണുക്കൾ അവിടെ ഉണ്ടായിരുന്നു. എന്നാലും നമുക്ക് ക്ഷയം പിടിച്ചിട്ടില്ല. അങ്ങനെ ക്ഷയം അങ്ങനെ നിർബന്ധമായിട്ടും ക്ഷയം പിടിക്കണമെന്ന് അതൊന്നുമില്ല. അതിൻ്റേതായിട്ടുള്ള കാരണങ്ങളുണ്ട്. അവർ ജീവിച്ചു വരുന്ന സാഹചര്യങ്ങളായിട്ടുള്ള കാരണങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും ആരും ട്യൂബർകുലോസിസ് ആയാലും എന്തായാലും വസൂരി വന്ന ആളുകൾ മരിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ ഈ ജീവിതകാലാവസാനം വരെ സന്തോഷകുമാരൻ പറയുന്നത് പോലെ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറയുന്ന പോലെ ഈ വായും മൂക്കും മൂടിക്കെട്ടി അയാൾക്ക് മുഖം ഇല്ലാത്തവരാകുമ്പോഴത്തേക്ക് അത് സന്തോഷമുള്ള കാര്യമാണ്. അത് മൂടിക്കെട്ടുക എന്ന് പറയുന്നത്. അതായത് ഈ രാജാവ് നഗ്നനാണെന്ന് പറയുമ്പോഴത്തേക്ക് ആ നഗ്നനായ രാജാവിനെ ഞാൻ മറ്റൊരു നഗ്നതയ്ക്ക് വേണ്ടി
വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ആ അവസ്ഥയിലാണ് ഇവരുടെയൊക്കെ കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ അത് അത്രയുമാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എനിക്ക് പറയാനുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 50 മിനിറ്റ് ഇപ്പോൾ ഇതിലിത്രയല്ലേ വരും. ഇപ്പോൾ ഇത് രണ്ടും പറ്റില്ല, TPR പറ്റില്ല, സീറോളജിക്കൽ സർവേയും പറ്റില്ല. ശരിയാണ്, രണ്ട് ഇനഫക്റ്റീവാണ്. ദെൻ വാട്ട് ഈസ് ദി ആൾട്ടർനേറ്റീവ് ഒന്നുമില്ല. നിങ്ങൾക്ക് പറയില്ലേ, ഇപ്പോൾ പഞ്ചായത്ത് മെമ്പർമാരുടെ ആവശ്യമൊന്നുമില്ല. ഒരു വീട്ടിലൊരു കുടുംബത്തിലൊരാൾക്ക് അസുഖം ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തുള്ള പ്രൈമറി ഹെൽത്ത് സെൻറ്ററിൽ പോകാൻ ഉള്ളൊരു സൗകര്യം ഓരോ ഗ്രാമത്തിലും ഉണ്ടായിരിക്കണം. മിക്കവാറുമുള്ള ഗ്രാമങ്ങളിലൊക്കെ ഇപ്പോൾ ഓട്ടോറിക്ഷ ഉണ്ട്. ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോയാലും മതി. അല്ലെങ്കിൽ നിങ്ങൾ അത്യാവശ്യം അല്ല ഗവൺമെൻറ് അത്ര സർവീസ് മൈൻഡഡ് ആണെങ്കിൽ കുറേ ആംബുലൻസുകൾ വിട്ടുകൊടുക്കുക. ആംബുലൻസ് വിട്ട് കൊടുത്തിട്ട് അവരെ കൊണ്ടുപോയിട്ട് ആശുപത്രി കൊണ്ടുപോയിട്ട് കേസാണെങ്കിൽ ആശുപത്രി കൊണ്ടുപോകുക. അല്ലെങ്കിൽ ഇപ്പോഴേ പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ രാമൻകുട്ടിയുടെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്, വീട്ടിലിരുന്നുള്ള ചികിത്സയാണ് ഏറ്റവും ഫലപ്രദം ഇതിന്. അപ്പോൾ ആൾ വീട്ടിലിരുന്ന് ചികിത്സിക്കട്ടെ, നിങ്ങളുടെ കാര്യം ചെയ്യും. കുറേ അധികം ഈ ഹൗസ് സർജൻസുമാർ സമരം നടത്തുന്നൊക്കെ പറയുന്നത്, അവർ സമരം നടത്തുമ്പോഴത്തേക്ക് അവരൊരു കാര്യമുണ്ട്, ഈ ലോകം എന്താണെന്ന് കൂടി അറിയണം. ദേ ആർ ആൾസോ റെസ്പോൺസിബിൾ. ഡോക്ടേഴ്സ്, അതായത് ഇപ്പോൾ പറഞ്ഞില്ലേ, ഒരു രാജ്യം, നമ്മുടെ രാജ്യത്തെ വേറൊരു രാജ്യം കയറി ആക്രമിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള പ്രധാന ചുമതല എന്ന് പറയുന്നത് സൈന്യത്തിനാണ്. നമ്മുടെ രാജ്യത്തെ ഒരു പകർച്ചവ്യാധി ആക്രമിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള പ്രധാന ചുമതല ഡോക്ടർമാർക്ക്, ഹൗസ് സർജൻസിനാണ്. നിങ്ങൾ അന്നേരത്തെ അതിർത്തിയിലേക്ക് പോയേ പറ്റൂ, അത് നേരിട്ടേ പറ്റൂ. അപ്പോൾ അത് നമുക്കിപ്പോൾ പറ്റില്ല, നമുക്കുള്ള സുഖസൗകര്യങ്ങളൊക്കെ പഴയ പോലെ വേണമെന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ സൈനികരാണ്. ഒരു പകർച്ചവ്യാധി വരുമ്പോൾ നിങ്ങളൊരു സൈനികരാണ്. കൂട്ടത്തോടെ ഒരാക്രമണമാണ് ഒരു പകർച്ചവ്യാധി എന്ന് പറയുന്നത്, ഒരു പാൻഡമിക്. ആൻഡ് ഇഫ് യു കൺസിഡർ ഇറ്റ് ആസ് എ പാൻഡമിക്, യു ഷുഡ് ബി എ സോൾജിയർ. നിങ്ങളൊരു സോൾജിയർ ആയേ പറ്റൂ. അങ്ങനെ സോൾജിയർ ആകുമ്പോഴത്തേക്ക് വെറും ചോറ്റുപട്ടാളം പോലെ നിന്ന് വെടികൊണ്ട് മരിക്കാൻ ഞങ്ങൾ തയ്യാറല്ലെന്ന് പറയണം. നമുക്കിതിൻ്റെ സയൻസ് അറിയാവുന്നവരാണ് ഞങ്ങൾ. ഈ ടെസ്റ്റിൻ്റെ എഫിക്കസിയെപ്പറ്റി സംസാരിക്കാനുള്ള ബോൾഡ്നെസ് ഉള്ളവരാണെന്ന് ആദ്യം. ആ ബോൾഡ്നെസ് ഇല്ലാത്തവൻ അതിനെ എത്തിച്ചേർന്നുകൊണ്ട് യാതൊരു കാര്യവുമില്ല. ഒരു സൈനികനേക്കാളും ബോൾഡ്നെസ് വേണ്ടത് ഒരു ഡോക്ടർക്കാണ്, കറേജ് വേണ്ടത് ഒരു ഡോക്ടർക്കാണ്. ഇതാണ് സത്യം, ഇതാണ് ഞാൻ കണ്ടെത്തിയത് എന്ന് ഒരു ശശിധരനെ പോലെ വിളിച്ച് പറയാനുള്ള ഒരു സന്നദ്ധത അത് ഒരു ഡോക്ടർക്കുണ്ടാകണം. ഡോക്ടർ ഫ്യൂക്കൻ, ഞാൻ ഈ കോടതി പോകാത്തതെന്ന് ചോദിച്ചാൽ, ഡോക്ടർ ഫ്യൂക്കൻ എന്ന് പറയുന്ന ആസാമിലെ വളരെ സീനിയറായിട്ടുള്ള ഒരു സർജൻ, അദ്ദേഹം ആദ്യഘട്ടത്തിൽ തന്നെ കോടതിയിലും CBIയിലും പരാതി കൊടുത്തു. ഇത് ഒരു ഗവൺമെൻറ്റൽ ടാക്ടിക്സാണ്, ഇതിനകത്ത് വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് കോടതി അദ്ദേഹത്തെ ഉപദ്രവിച്ചില്ല. പക്ഷെ കോടതി അത് കണ്ടതായി ഭാവിച്ചില്ല, കേട്ടതായി ഭാവിച്ചില്ല, അതെടുത്തങ്ങ് മാറ്റി CBIക്ക് കൊടുത്തു. CBI ഒന്നുമില്ലെങ്കിൽ അയാൾ പിടിച്ച് 2 അടിയെങ്കിലും കൊടുക്കണ്ടേ, അതും കൊടുത്തില്ല. അതുകൊണ്ട് ഇതിപ്പോൾ കോടതി പറഞ്ഞിട്ടോ CBI പറഞ്ഞിട്ടോ കാര്യമില്ല എന്നൊരവസ്ഥ നമ്മൾ എത്തി നിൽക്കുകയാണ്. അതാണ് എൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സമരം ചെയ്തു, പക്ഷേ ഇത് പറഞ്ഞില്ല, യു ആർ ഓൺ ദി ഫ്രണ്ട് ലൈൻ വെൻ ദർ ഈസ് എ പാൻഡമിക്. അതർവൈസ് യു വിൽ ഹാവ് ടു പ്രൂവ് ദറ്റ് ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ എ സീരിയസ് പാൻഡമിക്. അത് വളരെ ചെറിയൊരു ഇത് മാത്രമാണ്. അതിൻ്റെ സത്യം ജനങ്ങളോട് തുറന്നു പറയാനുള്ള സത്യസന്ധത ആദ്യം നിങ്ങൾ കാണിക്കുക, ഡോക്ടേഴ്സ്. അപ്പോൾ ആ തരത്തിൽ നിങ്ങളെക്കൊണ്ട് സമൂഹത്തിന് കൂട്ടായി വരുന്ന ഒരു പ്രയോജനം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് എന്താണ് എന്ന് എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം എൻ്റെ ബോധ്യം ഇതാണ് എന്ന് ഒറ്റയായും കൂട്ടായും പറയാനുള്ള സന്നദ്ധതയാണ്. അതാണ് ഈ ഡോക്ടർ എന്ന് പറയുന്ന സൈനികന് ഈ സമയത്ത് ആവശ്യമായിട്ടുള്ളത്. ഞാൻ എയർഫോഴ്സിൻ്റെ വിമാനത്തിലേ ഇരിക്കൂ എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല കുഞ്ഞെ. അതായത് നിങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. നിങ്ങൾ അതിന് തയ്യാറല്ലെങ്കിലും നിങ്ങളെ കൊണ്ട് ജനങ്ങൾക്ക് ആവശ്യമുണ്ട്. നിങ്ങൾ ആ തരത്തിൽ പാകപ്പെട്ട് വരേണ്ടി വരും. അല്ലെങ്കിൽ അധികാരികൾ എന്നെ ട്രാൻസ്ഫർ ചെയ്യുമോ അല്ലെങ്കിൽ എന്നെ ശിക്ഷിക്കുമെന്ന് പേടിച്ച് അവർ പറയുന്നതെല്ലാം അനുസരിച്ച് കൊള്ളാമേ, അല്ലെങ്കിൽ ഇതെന്തുകൊണ്ടിങ്ങനെ ഒരു സാമാന്യമായ ചോദ്യമല്ലേ. ലോകത്ത് ഒരുത്തനും പറയുന്നില്ല. ആൻറ്റിജൻ ടെസ്റ്റ് ഉപേക്ഷിക്കുമെന്ന് വിജയൻ തന്നെ ഇടയ്ക്ക് പ്രസ്ഥാനം നടത്തിയതാണ്. എന്നിട്ട് ആണ് ഇപ്പോഴും ആൻറ്റിജൻ ഉപയോഗിക്കുന്നത്. ഇപ്പോഴും ആൻറ്റിജൻ നിർലോഭമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് പിണറായി വിജയൻ ആൻറ്റിജൻ വേണ്ടാന്ന് പറഞ്ഞതാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്.
PCR കൊണ്ട് നിങ്ങൾക്ക് ഇൻഫെക്ഷൻ കണ്ടെത്താൻ പറ്റുകയുമില്ല. അങ്ങനെ ഇൻഫെക്ഷൻ കണ്ടെത്തിയാൽ തന്നെയും എൻ്റെ വൈറൽ ലോഡൊക്കെ 2 ലക്ഷം ഈ ടെസ്റ്റൊക്കെ പരിശോധിച്ച് വൈറൽ ലോഡൊക്കെ നിർണ്ണയിക്കുക വലിയ പാടാണ്. 60,000 വേണ്ടിയുള്ള സ്കോപ്പ് പോലും ഇല്ലെന്ന് KGMA പരിങ്ങിയെങ്കിലും പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഇറ്റ് ഈസ് എ ഡോക്ടേഴ്സ് വോയിസ്. ഞാൻ പറഞ്ഞു അവർ പറഞ്ഞത് ശരിയാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. അത്രയുള്ള സൗകര്യമൊന്നും ഇവിടെ ഇല്ല. ആ തരത്തിലുള്ള വൈറൽ ലോഡൊന്നും ശരിക്കും മെഷർ ചെയ്യാനൊന്നും പറ്റില്ല. എന്നാലും ടെസ്റ്റ് നടത്താൻ ഇത്രയേ സാധ്യതയുള്ളൂ എന്നെങ്കിലും അവർ പറഞ്ഞു. അതൊരു ഡോക്ടർമാരുടെ സംഘടനയാണെന്ന് പറയുന്നത് എന്നുള്ളത് പരിഗണിക്കാതെയാണ് ഇയാളുടെ വിദഗ്ധന്മാരും കൂടി കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. എന്തുകൊണ്ടാണ് 60,000 ടെസ്റ്റ് കൂടുതൽ നടത്താനുള്ള യാതൊരു സങ്കേതവും ഇവിടെ ഇല്ല എന്ന് ഡോക്ടർമാരുടെ ഓർഗനൈസേഷൻ കേരള ഗവൺമെൻറ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ റിപ്പീറ്റഡായിട്ട് പറയുമ്പോൾ അതിനെ പുല്ലുപോലെ തൂത്തെറിഞ്ഞിട്ട് സ്വന്തം പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഈ ഡോക്ടർമാരുടെ സംഘടനയല്ല. പിന്നെ ആരുടെ സംഘടന ഇത് പറയേണ്ടത്? അലോപ്പതിക്കാരാണല്ലോ പ്രധാനമായിട്ട് ഇത് ചെയ്യുന്നത്. ആരും ഡോക്ടർമാരെ നിങ്ങൾക്ക് വിശ്വാസമില്ല, നിങ്ങൾക്ക് ഹോമിയോപ്പതി വിശ്വാസമില്ല, നിങ്ങൾക്ക് വേറെ യാതൊന്നിലും വിശ്വാസമില്ല. അലോപ്പതി മാത്രമാണ് ഈ ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ വൈദ്യശാസ്ത്രം, എല്ലാം സമ്മതിക്കുന്നു. പക്ഷേ അലോപ്പതി ഡോക്ടർമാരുടെ സംഘടന പറയുന്നു ദിവസം 2 ലക്ഷം ടെസ്റ്റ് നടത്തിയാൽ ശരിയാവില്ലെന്ന്. അത് നിങ്ങളെന്താ ചെവിക്കൊള്ളാത്തത്? ആ ഒറ്റ ചോദ്യമേ ഉള്ളൂ. എന്തുകൊണ്ട് അവർ പറയുന്നത് നിങ്ങൾ ചെവിക്കൊള്ളുന്നില്ല? അവരുടെ ഒരു സംഘടന അത്രയെങ്കിലും പറഞ്ഞല്ലോ. കരുതി കഴിഞ്ഞാൽ ഇതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല എന്നുള്ളത് നഗ്നസത്യം. പക്ഷേ ഇവിടെ ടെസ്റ്റ് നടത്താനുള്ള സാങ്കേതികമായിട്ടുള്ള സാധ്യത ഇത്ര മാത്രമേ ഉള്ളൂ എന്ന് അവർ പറഞ്ഞിട്ട് അതുപോലും പരിഗണിക്കാതെ നിങ്ങൾ വീണ്ടും ഈ ടെസ്റ്റുകൾ ആവർത്തിച്ചു കൊണ്ടിരിക്കെ നിങ്ങൾ TPRൻ്റെ പേരിലല്ലാതെ ആയാലും വേറെ എന്തിൻ്റെ പേരിലല്ലാതെ ആയാലും ഈ പറഞ്ഞില്ലേ ലോക്ക്ഡൗൺ ലിഫ്റ്റ് ചെയ്താലും ഇല്ലെങ്കിലും ഈ ടെസ്റ്റുകൾ അവസാനിപ്പിക്കാതെ നമ്മുടെ ദുരന്തം ശരി. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ KGMA പറഞ്ഞതുപോലെ ഇതൊന്ന് റിസ്ട്രൈൻ ചെയ്ത് ഡെയിലി 60,000 ആക്കി കുറയ്ക്കും. തൽക്കാലം ആ ഒരു മര്യാദയെങ്കിലും കാണിക്കും. അതാണ് മിനിമം മര്യാദ. വേറെ ആരും പറഞ്ഞതല്ല, ആധികാരികമായിട്ട് ഡോക്ടർമാരുടെ സംഘടന പറഞ്ഞ കാര്യമാണ്. അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത് അത്രയാണ്. ഇനിയിപ്പോൾ ഒരു അവതാരം ദേശാഭിമാനിയിൽ വന്നിരിക്കുന്നു. അത് അവതാരം വേറെ ആരുമല്ല, ഒരു എന്തോ പേര് ഞാനങ്ങ് പറഞ്ഞ പോലെ ബാംബ്രി മുഖർജിയാണ്. പേര് ഇച്ചിരി തെറ്റിപ്പോവാണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. പേര് അങ്ങ് മറന്നത്, ഞാനത് നോട്ട് ചെയ്തതല്ല. നേരത്തെ ഈ മുഖർജിയെ ഈ ബാംബ്രി മുഖർജി എന്ന മറ്റാണ് പേര്. അന്ന് ഇന്നത്തെ ദേശാഭിമാനിയുടെ ആദ്യത്തെ പേജിൽ ഈ അവതാരത്തെക്കുറിച്ച് പ്രകീർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടി ഒന്ന് പരിശോധിക്കണം. ഇവരാണ് ഇവിടെ വന്നിട്ട് കേരളത്തെ അസസ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ വരുന്ന മിച്ചിഗൻ എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്. അപ്പോൾ മിച്ചിഗൻ യൂണിവേഴ്സിറ്റിക്ക് ഒരു ചരിത്രമുണ്ട്. ഇപ്പോൾ ഇച്ചിരി സമയം വേണ്ടി വരും. The university that launched a CIA front in Vietnam, a Vietnamese politician had some connections with a Michigan University officials and pulled America up deep over war എന്നും പറഞ്ഞ് ഒരു വലിയ പരാതി, അതായത് 50 years ago ഈ വിയറ്റ്നാം വാറിൽ നിർണായകമായ ഒരു പങ്ക് വഹിക്കുന്നതിൽ നേതൃത്വം കൊടുത്ത ഒരു യൂണിവേഴ്സിറ്റിയാണ്. അതൊരു CIA ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിൽ, അതിൻ്റെ ഒരു മുന്നണി എന്നുള്ള രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു സംഭവമാണ്. പിന്നെ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ടൊരു വാർത്ത എന്ന് പറഞ്ഞാൽ ഈ ഇവിടെയൊക്കെ വരുന്നതിന് വളരെ മുമ്പ് 250 സ്ത്രീകൾ അവിടുത്തെ ലാറി നാസർ എന്ന് പറയുന്ന US ജിംനേഷ്യം ഡോക്ടർക്കെതിരെ പരാതി കൊടുത്തു. സ്ത്രീകളെ എന്താണ് ചെയ്യുക, അവർക്ക് അവരുടെ സ്ത്രീത്വത്തെ അവമാനിച്ചതിൻ്റെ പേരിൽ. അപ്പോൾ അതിൻ്റെ പേരിൽ അയാൾക്കെത്ര 175 വർഷത്തെ കഠിന തടവ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ വളരെ പേര് കേട്ട ഒരു യൂണിവേഴ്സിറ്റിയിലാണ് ഈ ബാംബ്രി മുഖർജി എന്ന ബ്രഹ്മി മുഖർജിയോ ബാംബ്രി മുഖർജിയോ എന്നിട്ടാണ് പേര്. എനിക്കിനി ഈ ദേശാഭിമാനി എടുത്തുകൊണ്ട് നോക്കാൻ സമയമില്ല. അവരുടെ
പേരിൽ എന്തെങ്കിലും, ഞാനിപ്പോൾ തൽക്കാലം ബാംബ്രി മുഖർജി എന്ന് പറയാം, നിങ്ങൾ അത് നോക്കി കറക്റ്റ് ചെയ്തോളൂ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് ലോകത്തിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു യൂണിവേഴ്സിറ്റിയിലെ എപ്പിഡമോളജിസ്റ്റാണ് ഈ ബാംബ്രി ദേവി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബാംബ്രി ദേവി ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഈ ടെസ്റ്റിൻ്റെയൊക്കെ കേസ് വന്നപ്പോഴത്തേക്ക് ഇതിൽ കൂടെയൊക്കെ ഈ നെറ്റിൽ കൂടെയൊക്കെ അന്വേഷണം നടത്തുമ്പോൾ ഒരു പേര് സ്ട്രൈക്ക് ചെയ്തതാണ്. അപ്പോൾ അന്ന് ഞാൻ നോട്ട് ചെയ്തതാണ്, ഒരു ഇന്ത്യനാണ്, മിച്ചിഗൻ യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രധാനിയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താണ് നമുക്ക് അത് മിച്ചിഗൻ എന്ന് തന്നെ പറയാതെ മിഷിഗനാണ് അതൊന്നും എനിക്കറിയില്ല. മിച്ചിഗൻ MICHIGAN എന്നാണ് ആ യൂണിവേഴ്സിറ്റിയുടെ പേര്. അതൊരു വളരെ പ്രസിദ്ധമായൊരു യൂണിവേഴ്സിറ്റിയാണ്. ഇതൊക്കെയാണ് എൻ്റെ അവസ്ഥ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിച്ചിഗൻ യൂണിവേഴ്സിറ്റിയിൽ ഒരു റിക്രൂട്ടിംഗ് ഉണ്ട്. റിക്രൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇതിനെക്കുറിച്ച് ഈ സ്റ്റാൻലി ഷെംബോൺ എന്ന് പറയുന്ന ഒരാൾ ഈ യൂണിവേഴ്സിറ്റിയെ പറ്റി അന്ന് എഴുതിയൊരു ആർട്ടിക്കിളുണ്ട്. റംബാർട്ട് എന്ന് പറയുന്ന ഒരു പ്രസിദ്ധീകരണത്തിൽ. ദി മെയിൻ ആർട്ടിക്കിൾ റീകൗണ്ടഡ് ഇൻ ടോൺസ് ബൈ ടേൺസ് ഹൗ ആൻ ഓവർ അംബീഷ്യസ് യൂണിവേഴ്സിറ്റി ഹാസ് സോൾഡ് ഇറ്റ്സ് സോൾ. ഒരു യൂണിവേഴ്സിറ്റി അതിൻ്റെ ആത്മാവിനെ എങ്ങനെയാണ് വിറ്റത്. ബിഗെയിം എ ഷെയിംലെസ് CIA ഫ്രണ്ട്. നാണം കെട്ട ഒരു CIA മുന്നണി എന്ന രീതിയിൽ അതിൻ്റെ ആത്മാവിനെ വിറ്റ ഒരു യൂണിവേഴ്സിറ്റിയാണ് മിച്ചിഗൻ. അവിടുത്തെ പ്രൊഫസറുടെ പടമാണ്. ഞാൻ പറയുന്ന വേറൊന്നുമല്ല, ഈ പെഗാസസിൽ കൂടെ നമ്മുടെ ഈ രഹസ്യങ്ങളൊക്കെ ചോർന്നു പോകുന്നു. അതുകൊണ്ട് ഇതാ ജോൺ ബ്രിട്ടാസ് 2 കൈയും പൊക്കി, ഒരു ഭാഗത്ത് ശശികുമാർ, മറുഭാഗത്ത് വേറെ ഉണ്ടല്ലേ റാം, അവർ രണ്ടുപേരും കൂടി സുപ്രീം കോടതി പോകുന്നു. അപ്പോൾ നമ്മുടെ കോവിഡിനെ പറ്റി, കേരളത്തിലെ കോവിഡിനെ പറ്റിയുള്ള, ഇന്ത്യയിലെ കോവിഡിനെ പറ്റിയുള്ള ആദ്യം മുതലുള്ള അവസാനം വരെയുള്ള സകല റിപ്പോർട്ടും മിച്ചിഗൻ യൂണിവേഴ്സിറ്റിയിലുണ്ട്. വിച്ച് ഈസ് സപ്പോസ് ടു ബി എ CIA ഫ്രണ്ട്, എ യൂണിവേഴ്സിറ്റി വിച്ച് സോൾഡ് ഇറ്റ് സോൾ ടു CIA. ആത്മാവിന് CIA വിറ്റ ഒരു യൂണിവേഴ്സിറ്റിയിൽ കേരളത്തിലും ഇന്ത്യയിലും ഇന്നിതുവരെ ഉണ്ടായിട്ടുള്ള കോവിഡിനെ പറ്റിയുള്ള ഡേ ടു ഡേ ഡീറ്റെയിൽസ് അവരുടെ കയ്യിലുണ്ട്. അതവർ കളക്ട് ചെയ്യുന്നത് ഫ്രം ദി ഡാറ്റാ ബേസ് ഓഫ് ജോൺ ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റി എന്നാണെന്നാണ് അവർ പറയുന്നത്. ജോൺ ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് അറിയാമല്ലോ, നേരത്തെ ഇടുക്കി ജില്ലയിലായിട്ട് അവരുമായിട്ട് ചേർന്നിട്ട് ഒരു കമ്പൈൻഡ് ആയിട്ടുള്ളൊരു മെഡിക്കൽ കോളേജ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ളൊരിതുണ്ടായി. അപ്പോഴാണ് ജോൺ ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഒരു CIA ഓർഗനാണെന്നും അത് അവരിവിടെ വന്നിട്ട് അവരുടെ ഒരു സെൻറ്റർ ഉണ്ടാക്കുകയാണെന്നും പറഞ്ഞിട്ട് കേരള ഗവൺമെൻറ്റിന് അതിൽ നിന്ന് പിൻവാങ്ങാൻ പറ്റി. ആ ജോൺ ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റിയുടെ ഡാറ്റാ ബേസിൽ നിന്നും CIA ഫാക്റ്റ് ബുക്കിൽ നിന്നുമാണ് ഈ ബാംബ്രി ദേവി മുഖർജിയോ എന്തോ ആദ്യത്തെ B എന്ന് പറഞ്ഞ ഒരു മുഖർജി, മിസ്സസ് മുഖർജി അല്ലെങ്കിൽ ഡോക്ടർ മുഖർജി എന്ന് ഞാൻ പറയാം. ആദ്യത്തെ പറഞ്ഞില്ലേ ഇവിടുത്തെ ഈ എന്തോ വേദാധ്യയനമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഈ ബംഗാളി ബ്രാഹ്മണ പേരാണ്. അപ്പോൾ ബ്രാഹ്മണ ആളെ പേടിപ്പിക്കാനായിട്ടിരുന്ന ആദ്യം ബ്രാംബ്രി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓംഘ്രി എന്നൊക്കെ പറയുന്ന പോലെയുള്ളൊരു പേരാണ്. അപ്പോൾ അതുകൊണ്ട് അവരുടെ പേരിനെ പരിഹസിക്കുകയല്ല, ഞാനത് എഴുതിയെടുക്കാൻ വിട്ടുപോയി. അപ്പോൾ ബിക്കോസ് നെയിംസ് ആർ നോട്ട് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ വന്നിട്ട് ഇവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ വളരെ ശ്ലാഘനീയമാണ് എന്ന് പറഞ്ഞ് ഉടനെ തന്നെ ദേശാഭിമാനിക്ക് ഭയങ്കരമായിട്ടുള്ള സന്തോഷമുണ്ടായി. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് മിച്ചിഗണിൽ ഇപ്പോഴും ഒരു ഇടപാടുണ്ട്. അതായത് CIAയുടെ ആളുകളെ പ്രവേശിപ്പിക്കുന്നുണ്ട്, റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അത് 2 തരത്തിലാണ്. എൻട്രി ലെവൽസ് ആർ ഓഫ് 2 ലെവൽസ്. ഒന്ന് പ്രൊഫഷണൽ ട്രെയിനീസ് എന്നുള്ള രീതിയിൽ പബ്ലിക്കായിട്ട് CIAയുടെ പ്രൊഫഷണൽ ട്രെയിനീസ് ആൻഡ് ദി ക്ലാൻഡസ്റ്റൈൻ സർവീസ് പ്രോഗ്രാം. ഒരു ക്ലാൻഡസ്റ്റൈൻ സർവീസ് പ്രോഗ്രാം കൂടി മിച്ചിഗൻ യൂണിവേഴ്സിറ്റി വച്ച് നടത്തുന്നുണ്ട്. അപ്പോൾ മിച്ചിഗൻ യൂണിവേഴ്സിറ്റിയിലെ ക്ലാൻഡസ്റ്റൈൻ പ്രോഗ്രാമിൽ കൂടെ റിക്രൂട്ട് ചെയ്ത് വരുന്ന ആരാണ് ഇത് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ക്ലാൻഡസ്റ്റൈൻ എന്ന് വെച്ചാൽ അറിയാമല്ലോ, രഹസ്യാത്മകമായി. നമ്മൾ പെഗാസസിനെ പറ്റിയൊക്കെ വലിയ ബഹളം ഉണ്ടാക്കുന്നുണ്ടല്ലോ. ഇവിടുത്തെ കോവിഡിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് എൻ്റെ കക്ഷത്തുണ്ട്, ബാംബ്രി ദേവിയുടെ കക്ഷത്തുണ്ട്. ബാംബ്രി ദേവിയാണ്. എന്തായാലും അതൊരു കാഷ്വാലിറ്റിയാണ്, എൻ്റെ ഒരു തെറ്റാണ്, ഞാനത് ആ പേര് ശരിക്ക് നോട്ട് ചെയ്തില്ല. എന്തായാലും ദേശാഭിമാനിയിൽ ഫ്രണ്ട് പേജ് കിടപ്പുണ്ട്.
അങ്ങനെയെങ്കിലും നിങ്ങൾ ദേശാഭിമാനി എന്നെടുത്ത് നോക്ക്, അതിലെന്തൊക്കെയാണ് വിശേഷങ്ങളെന്ന് അറിയാൻ വേണ്ടി. ഇൻ CAA's ക്ലാൻഡസ്റ്റൈൻ നാഷണൽ സർവീസ് അങ്ങനെ ഒരു പ്രോഗ്രാമുണ്ട്. ആ പ്രോഗ്രാമിലൂടെ വളരെ രഹസ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങൾ, അപ്പോൾ നമ്മുടെ വിവരങ്ങൾ ജോൺ ഹോപ്കിൻസിൻ്റെ ഡാറ്റാബേസിലുണ്ട്. ജോൺ ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റിയുടെ ഡാറ്റാബേസിൽ ഉണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ നോക്കുന്ന സാധാരണ ഇത് അടിക്കുമ്പോഴത്തേക്ക് ആദ്യം കിട്ടുന്ന CDCയുടെ ഡാറ്റാബേസ് അമേരിക്കയിൽ, അവിടെ ഡിസീസ് കൺട്രോൾ ആൻഡ് സെൻറ്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ എന്നും പറയുന്ന ഒരു ഇതുണ്ട്. അതിനാണ് CDC എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ അവരുടെ ഒരു ഡാറ്റ ഷീറ്റ് ഉണ്ട്, ഒരു ഡാറ്റാബേസ് ഉണ്ട്. അതുപോലെ ജോൺ ഹോപ്കിൻസ് ഇന്ത്യയിലെ കോവിഡിനെ പറ്റിയൊരു ഡാറ്റാ ഷീറ്റ് മറ്റൊരു ഒരാഴ്ച കൂടുമ്പോൾ ഉള്ള ഡീറ്റെയിൽസാണ് കൊടുക്കുക. അതുപോലെ കൃത്യമായൊരു ഡാറ്റാബേസ് ജോൺ ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റിയിലുണ്ട്, CAA ഫാക്ട് ബുക്കിലുണ്ട്. അതിനെ ഡിപ്പെൻഡ് ചെയ്ത് ഈ പറയുന്ന മുഖർജി ദേവിയും പിന്നെ കുറേ ഒരു 8-10 ഇന്ത്യക്കാരും ആദ്യം എന്തൊരു ദേവശീഷ് റോയോ ആരൊക്കെയാണ് അവരെല്ലാം കൂടെ ചേർന്ന് ഒരു സാധനം ഡാഷ്ബോർഡ് ജോൺ ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് അതെടുക്കുന്നത്. അപ്പോൾ ഇഫക്ട്സ് ഓഫ് എ ഹിസ്റ്റോറിക്കൽ ലോക്ക്ഡൗൺ ഇൻ ഇന്ത്യ, ദേ ഫോക്കസ് ഓൺ ലോക്ക്ഡൗൺ. ഇവരെന്താ പഠിക്കുന്നത്? ഈ ദേവി പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്, ഈ മിസ്സസ് മുഖർജി പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. വളരെ വിശദമായിട്ടുള്ളൊരു സയൻറ്റിഫിക് ആർട്ടിക്കിൾ അവർ ഈ നെറ്റിലിട്ടിട്ടുണ്ട്. അത് ദി ഇഫക്ട്സ് ഓഫ് എ ഹിസ്റ്റോറിക്കൽ ലോക്ക്ഡൗൺ ഇൻ ഇന്ത്യ, ഡാറ്റാബേസ് ഷീറ്റ് ദേവ്ശ്രീ റോയ് ടു BM എന്ന് പറഞ്ഞാൽ ഈ മിസ്സസ് മുഖർജി. ഒരു 8-10 പേര് ചേർന്ന് എഴുതിയിരിക്കുന്ന ഒരു ഉജ്ജ്വലമായൊരു പ്രബന്ധമാണ്. ഇന്ത്യയുടെ കോവിഡ് ചാർട്ടാണ്. അതിൻ്റെ ഡാഷ്ബോർഡ് എന്ന് പറയുന്നത് ജോൺ ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റി ആധാരമാക്കിയിട്ടാണ്. അതായത് ഇവിടുത്തെ ലോക്ക്ഡൗണിനെ പറ്റിയാണ് ഒരു പഠനം നടത്തിയിരിക്കുന്നത്. ലോക്ക്ഡൗൺ എങ്ങനെ വരുന്നു? കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് ലോക്ക്ഡൗൺ വരുന്നു. ലോക്ക്ഡൗൺ എത്ര കാലം ദീർഘിപ്പിക്കണമെന്ന് ആരാണ് തീരുമാനിക്കുന്നത്? അതിനെപ്പറ്റി പഠനം നടത്തുന്നവരാണ്. ഹിസ്റ്ററി ഓഫ് ലോക്ക്ഡൗൺ ഇൻ ഇന്ത്യ, ഹൗ ഫാർ ഇറ്റ് ഹാസ് അഫക്റ്റഡ് ദി പബ്ലിക് ലൈഫ് ഇൻ ഇന്ത്യ, ഹൗ ഫാർ ഇറ്റ് ഈസ് ടു ബി മെയിൻറ്റൈൻഡ്, ഹൂ ഡിസൈഡ്? ഇറ്റ് ഈസ് മിച്ചിഗൻ യൂണിവേഴ്സിറ്റി. അതിൻ്റെ ആളാണ് വന്നിരിക്കുന്നത്. ലോക്ക്ഡൗൺ ഇനിയും വേണോ വേണ്ടോ തീരുമാനിക്കുന്നത് പിണറായി വിജയനല്ല. പിണറായി വിജയൻ അവിടെ യാതൊരു റോളും ഇല്ല. അയാൾ TPR എന്നും മറ്റേതെന്നും സീറോളജി സർവേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാനേ പറ്റൂ. കാര്യം വെച്ച് കഴിഞ്ഞാൽ അതിനെപ്പറ്റി ആധികാരികമായിട്ട് രേഖ ഉണ്ടാക്കിയിട്ട് ലോക്ക്ഡൗൺ കൊണ്ട് ഗുണങ്ങളുണ്ടാകുന്നു എന്നുള്ളൊരു സമർത്ഥനമാണ് അവരുടെ പ്രബന്ധത്തിൻ്റേതായിട്ടുള്ള ഒരാകത്തുക. അവർ പലയിടത്തും ഇങ്ങനെ ഒരുപാട് സർവേ ഒക്കെ നടത്തി ഒരുപാട് സയൻറ്റിഫിക്, അതായത് ഈ പലതരത്തിലുള്ള കാര്യങ്ങളാണ്. പാരാമീറ്റർ ചോയ്സസ് ഓഫ് ഡ്യൂറേഷൻ ഓഫ് ലോക്ക്ഡൗൺ അനാലിസിസ്, പാരാമീറ്റർ ഫോർ ഷോർട്ട് ടേം ഫോർകാസ്റ്റ്, പാരാമീറ്റർ ഫോർ ലോങ് ടേം ഫോർകാസ്റ്റ്, അതായത് ലോങ് ടേം ആയിട്ട് വേണോ ഷോർട്ട് ടേം ആയിട്ട് ഈ ലോക്ക്ഡൗൺ നടത്തണമെന്നുള്ളതിനെ പറ്റിയുള്ള അതിൻ്റെ പാരാമീറ്റർ എന്താണെന്നുള്ളത്, പാരാമീറ്റർ ലോങ് ടേം ലോക്ക്ഡൗണിനെ പറ്റിയുള്ള പാരാമീറ്റർ ചോയ്സ്, അതിനെപ്പറ്റിയുള്ള പാരാമീറ്റർ, അതിനുള്ള മാനദണ്ഡങ്ങൾ എന്ത്, അതായത് ഷോർട്ട് ടേം ലോക്ക്ഡൗൺ ആണോ ലോങ് ടേം ലോക്ക്ഡൗൺ ആണോ എന്നുള്ളതിന് സംബന്ധിക്കുന്ന പാരാമീറ്റർ അവരാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. അതുകൊണ്ട് TPRും ഈ ഇതൊന്നും അല്ല ഇവിടെ കണക്കാക്കി ചെയ്യുന്നത്, അവിടെ നിന്ന് വരുന്നതാണ്. അവിടെ അവരിതൊക്കെ പഠിക്കുന്നുണ്ട്. നമ്മൾ പെഗാസസിലൂടെ നമ്മുടെ രഹസ്യങ്ങളൊക്കെ ചോർന്നു പോകുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു രഹസ്യവും ചോർന്നു പോകുന്നില്ല. എല്ലാം അവിടെ ജോൺ ഹോപ്കിൻസിൻ്റെ ഡാഷ്ബോർഡിലുണ്ട്, CAA ഫാക്ട് ബുക്കിലുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡാറ്റ അവരുടെ കയ്യിലുണ്ട്. അത് വെച്ചിട്ട് ഒരു ലോങ് ടേം ലോക്ക്ഡൗൺ എങ്ങനെ ഏതൊരവസരത്തിൽ ഫോർകാസ്റ്റ് ചെയ്യുക, അതിൻ്റെ മാനദണ്ഡം എങ്ങനെയാണ്. ഒരു ഷോർട്ട് ടേം ലോക്ക്ഡൗൺ രോഗമല്ല, രോഗത്തെപ്പറ്റി അവരുടെ കൺസേൺ, ആ ആർട്ടിക്കിളിൻ്റെ കൺസേൺ ലോക്ക്ഡൗൺ ആണ്. ഈ പറഞ്ഞ ഇന്ന് ദേശാഭിമാനി പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന അവർ രോഗത്തെ പറ്റിയാണ് സംസാരിക്കുന്നെങ്കിലും അവർ തയ്യാറാക്കിയിരിക്കുന്ന വമ്പൻ പ്രബന്ധം ഇന്ത്യയിലെ ലോക്ക്ഡൗണിനെ കുറിച്ചാണ്. എന്നിട്ട് പാരാമീറ്റർ ചോയ്സസ് ഫോർ ഡ്യൂറേഷൻ ഓഫ് ലോക്ക്ഡൗൺ അനാലിസിസ്, അതിൻ്റെ പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത്, ഷോർട്ട് ടേം ഫോർകാസ്റ്റ്
ഹ്യൂമിലിയേറ്റീവ് കേസസ്, ഇതൊക്കെയാണ് ഇവരതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അത് കുറേ അധികമുണ്ട്. ഞാൻ ആ ആർട്ടിക്കിളിലെ ഡീറ്റെയിൽസിലോട്ട് ഞാൻ പോകുന്നില്ല. ആ ആർട്ടിക്കിൾ നിങ്ങൾ മൊത്തത്തിൽ നിർത്തി നോക്കുക. ഈ മുഖർജി മിച്ചിഗൻ യൂണിവേഴ്സിറ്റി ലോക്ക്ഡൗൺ ഇൻ ഇന്ത്യ എന്നടിച്ച് കഴിഞ്ഞാൽ അത് കിട്ടും. അതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ലോക്ക്ഡൗൺ വേണോ വേണ്ടോ എന്നൊക്കെ തീരുമാനിക്കുന്നത് പിണറായി വിജയനോ അവിടെ ഇരിക്കുന്ന മറ്റേ പേഷ്യൻ്റ് മോഡിയോ അല്ലാതെ ഈ മറ്റേ എന്തോന്ന് ഒരു അമിത് ഷായോ ഇവരൊന്നും അല്ല. ഇതെല്ലാം നമ്മൾ അപ്പടി അങ്ങ് കൊടുത്തിട്ടുണ്ട്. ഇതെങ്ങനെ ജോൺ ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റി എത്തുന്നു? ഇവിടുത്തെ രോഗത്തെ സംബന്ധിച്ചുള്ള സകല വിവരങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഓരോ ലോക്ക്ഡൗണിൻ്റെയും ഓരോ ഘട്ടത്തിലും എത്രത്തോളം രോഗം ഇവിടെ ഉണ്ടായിരുന്നു, ഒരു ലോക്ക്ഡൗൺ കഴിയുന്നതിന് മുമ്പുള്ള രോഗത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു, ലോക്ക്ഡൗൺ കഴിഞ്ഞതിന് ശേഷമുള്ള രോഗത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു, ഏതൊരു സാഹചര്യത്തിലാണ് ലോക്ക്ഡൗൺ ഫോർകാസ്റ്റ് ചെയ്യുന്നത്, ഏതൊരു സാഹചര്യത്തിലാണ് ലോക്ക്ഡൗൺ പിൻവലിക്കേണ്ടത് എന്നൊക്കെ ഉള്ളതിൻ്റെ വളരെ വിശദമായ പഠനം അവർ നടത്തിയിരിക്കുകയാണ്. ആ പഠനം നടത്തിയിട്ട് ഇവിടെ ലോക്ക്ഡൗൺ പിൻവലിക്കുന്നതെന്നൊക്കെ കേട്ടപ്പോഴത്തേക്ക് ഓടിപ്പാഞ്ഞ് വന്നിട്ടാണ് പറയുന്നത് ഇവിടെ വളരെ സുരക്ഷിതമാണ്, ഇവിടുത്തെ സീറോളജിക്കൽ ഇത് എന്തെങ്കിലും പഠിച്ചിട്ടാണ് അവിടെ ഈ PhD ഒക്കെ കിട്ടിയതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇങ്ങനെയുള്ള ഈ പറഞ്ഞില്ല ഈ സീക്രറ്റ് ഈ ക്ലാൻഡസ്റ്റൈൻ സർവീസിൽ റിക്രൂട്ട് ചെയ്ത് വരുന്നവർക്ക് അങ്ങനെ പരിജ്ഞാനമൊന്നും ഉണ്ടാകണമെന്നില്ല. അവർ എപ്പിഡമോളജി എന്താണെന്ന് തന്നെ അറിയണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ അവർ ശ്രദ്ധിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിദേശ രാജ്യങ്ങളിൽ ഇപ്പോൾ പറഞ്ഞില്ലേ ഇന്ത്യയിൽ ഈ കോവിഡ് വന്നപ്പോഴത്തേക്ക് മിച്ചിഗൻ യൂണിവേഴ്സിറ്റിയും ജോൺ ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റിയും CIA ഒക്കെ ഭയങ്കരമായിട്ട് അലർട്ടാകുന്നു. ഇത് മിച്ചിഗൻ യൂണിവേഴ്സിറ്റി ഈസ് എ CIA ഫ്രണ്ട്, അതിൻ്റെ ഒരു മുന്നണി എന്നുള്ള തരത്തിലാണ്. അങ്ങനെ ഒരു ഖ്യാതിയുള്ള ഒരു യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസറാണ് ഇപ്പോൾ ഇവിടെ വിസിറ്റ് ചെയ്തിരിക്കുന്നത്. ഈ പറഞ്ഞ എന്തോ ബാംബ്രി ദേവിയോ എന്തോ ദേവി. അപ്പോൾ ഈ എന്തോ ദേവിക്ക് എന്തിലാണ് യോഗ്യത, അവരെവിടെയൊക്കെ എപ്പിഡമോളജിയിൽ അവർക്ക് ഒരു ഫിസിഷ്യൻ എന്ന രീതിയിൽ അവരാരെയൊക്കെ ചികിത്സിച്ചിട്ടുണ്ട്, അവർ എന്ത് ഗവേഷണം നടത്തിയിട്ടുണ്ടെന്ന് എനിക്കറിഞ്ഞുകൂടാ. അത് വേണമെങ്കിൽ പരിശോധിക്കേണ്ട കാര്യമില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഹൈലി പൊളിറ്റിക്കൽ. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലോക്ക്ഡൗണും ഇതിൻ്റെ ഈ രോഗത്തിൻ്റെ അവസ്ഥയും രോഗത്തിൻ്റെ വേരിയൻറ്റും അത് എവിടെയൊക്കെ എങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത് എന്നൊക്കെ നിർണ്ണയിക്കുന്ന ചില കേന്ദ്രങ്ങളുണ്ട് എന്നുള്ളതിൻ്റെ സാക്ഷ്യമാണ് ഈ എന്തരോ ദേവി മുഖർജി വന്നിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ്, അതിൻ്റെ പഠനത്തിൻ്റെ ഭാഗമായിട്ടാണ് അവരെഴുതിയിട്ടുള്ള ആർട്ടിക്കിള്. ലോക്ക്ഡൗൺ ഇന്ത്യയെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ദൗത്യം. എങ്ങനെ ഷോർട്ട് ടേം ലോക്ക്ഡൗൺ ഇമ്പോസ് ചെയ്യാം, എങ്ങനെ ലോങ് ടേം ലോക്ക്ഡൗൺ ഇമ്പോസ് ചെയ്യാം, അത് അങ്ങനെ കൃത്യമായി പഠിച്ച് അതിൻ്റെ ഗുണവിശേഷങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്ന ഒരു സ്ത്രീയാണ്. അതിൻ്റെ ഒരു ഗ്രാവിറ്റി നിങ്ങളെ മനസ്സിലായി. ഞാൻ ഇന്ന് രാവിലെ ധൃതിയിൽ നോക്കിയ ഒരു ആർട്ടിക്കിൾ ആയതുകൊണ്ട് അത് ശരിക്കൊന്നും അത് നോട്ട് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ അതിൻ്റെ ഒരു ആകത്തുക, അതിൻ്റെ സബ് ടൈറ്റിൽസ് അതെല്ലാം കൂടി എടുത്ത് നോക്കുമ്പോഴത്തേക്ക് പാവപ്പെട്ട നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ മുഖ്യമന്ത്രി ഒരു കീറി പറഞ്ഞ ഒരു ഭരണാധികാരിയാണ്, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാര്യം ഈ പറഞ്ഞ എന്തരോ ദേവി ലോക്ക്ഡൗൺ എങ്ങനെയൊക്കെ ആകാമെന്നുള്ളതിനെപ്പറ്റി വളരെ വിശദമായ പഠനം നടത്തിയിരിക്കുന്നു. ഇന്ത്യയിൽ, കേരളത്തിൽ ലോക്ക്ഡൗൺ എങ്ങനെ ഫോർകാസ്റ്റ് ചെയ്യാം, ലോക്ക്ഡൗൺ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം, ലോക്ക്ഡൗൺ ഇംപ്ലിമെൻറ്റ് ചെയ്തതിൻ്റെ റിസൾട്ട് എന്താണ്, ഇതുവരെയുള്ള പോസ്റ്റ് ലോക്ക്ഡൗൺ രോഗത്തിൻ്റെ അവസ്ഥ എന്താണ്, പ്രീ ലോക്ക്ഡൗൺ രോഗത്തിൻ്റെ അവസ്ഥ എന്താണ്, ഇതിൻ്റെയൊക്കെ കണക്ക് അവരുടെ കയ്യിൽ കൃത്യമായിട്ടുണ്ട്. അതും കൊണ്ടാണ് അവർ വരുന്നത്. അതവർ നെറ്റിൽ കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് പിണറായി വിജയനെ മാറ്റിയിട്ട് ഇവരെ പിടിച്ചങ്ങ് മുഖ്യമന്ത്രിയാക്കിയാൽ പോരെ. ലോക്ക്ഡൗൺ തീരുന്നത് വരെ അവരെ മുഖ്യമന്ത്രിയാക്കാം. അവരിവിടെ ലോക്ക്ഡൗണൊക്കെ കൃത്യമായിട്ടൊക്കെ നടത്തി ഭക്ഷണമൊക്കെ കഴിച്ച് സൂചിച്ചിരിക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്ന നമ്മുടെ കാര്യം കഷ്ടമാണ്. നമ്മളാരുമല്ല ഈ രോഗം എന്താണെന്നും എങ്ങനെ ആയിരിക്കണമെന്നും ഇതിലെത്ര വേരിയൻ്റ് ഉണ്ടാകണമെന്നും ഇതെവിടെയൊക്കെ സ്പ്രെഡ് ചെയ്യണമെന്നും ഇതിൻ്റെ ടെസ്റ്റ് എന്തായിരിക്കണമെന്നും ആ ടെസ്റ്റ് ഈ പറഞ്ഞതുപോലെ ഫേക്കാണോ ജെനുവിനാണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് നമ്മളാരുമല്ല. അത് ഈ പറഞ്ഞ എന്തരോ ദേവിയും
മിച്ചിഗൻ യൂണിവേഴ്സിറ്റിയും ജോൺ ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റിയും CIA ഫാക്ട് ബുക്കുമാണ്. ദർ ഈസ് എവിഡൻസ്. രേഖകൾ മുന്നിൽ വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോഴാണ് ഇവിടെ പെഗാസസിൻ്റെ ഈ ആരുടെ രഹസ്യം, ജോൺ ബ്രിട്ടാസിൻ്റെ സ്വകാര്യ രഹസ്യങ്ങളൊക്കെ ചോർത്തിക്കൊണ്ടുപോയെന്നും പറഞ്ഞ് ജോൺ ബ്രിട്ടാസ് സുപ്രീം കോടതി പരാതി കൊടുക്കാൻ പോകണം. ജോൺ ബ്രിട്ടാസിൻ്റെ സ്വകാര്യ രഹസ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് പ്രത്യേകിച്ച് സൂക്ഷിച്ച് വെച്ചേക്കണം. അതിന് പെഗാസസിനെ കൊടുക്കുന്നത് പറക്കുന്ന കുതിര, ഗ്രീക്ക് മിത്തോളജിയിൽ നിന്ന് വരുന്ന പറക്കുന്ന കുതിരയാണ്. അവർ തീ പിടിക്കുകയും ചെയ്യും ചിലപ്പോൾ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊന്നും ചെന്ന് വീണ് കൊടുക്കല്ലേ ബ്രിട്ടാസേ. അതിൻ്റെ കാര്യമില്ല. ഇവിടെ കളിച്ച കളി പോലെ അല്ലത്, വേറെ കളിയാണ്. നിങ്ങളെക്കാളും വിദഗ്ധരായിട്ടുള്ള ആ ചാരന്മാർ ഇവിടെ വന്ന് നേരിട്ട് വന്ന് അന്വേഷണം നടത്തുകയാണ്. ഇവിടെ ലാൻഡ് ചെയ്ത് അന്വേഷണം നടത്തുകയാണ്. അവർ ലോക്ക്ഡൗണിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഇന്ത്യയുടെ ലോക്ക്ഡൗണിനെ കുറിച്ച് എന്ത് താല്പര്യത്തോടുള്ള പഠനമാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ബിക്കോസ് ഐ ആം എൻ ഇന്ത്യൻ, ഞാനൊരു ഇന്ത്യക്കാരിയാണ്. അതുകൊണ്ടാണ് ആദ്യത്തെ പേരുകാരൻ ദേവശീഷ് റോയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 10-12 പേരുകാരുണ്ട് ആ പ്രബന്ധത്തിൻ്റെ കൂടെ. അവരെല്ലാവരും കൂടെ കൂട്ടായിട്ടിരുന്ന് അനലൈസ് ചെയ്ത് ഗുണിച്ച് ഹരിച്ച് കുറേ ഫോർമുലയൊക്കെ ഇട്ട് ഇങ്ങനെ വെച്ചേക്കാണ്. അത് വായിച്ചിട്ട് സമയം കളയേണ്ടെന്ന് വിചാരിച്ച് കളയാത്തതാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ആഫ്റ്റർ ഓൾ ദിസ് ഈസ് എ കോൺസ്പിറസി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സംവാട്ട് എവിഡൻറ്റ്. അത് മനസ്സിലാക്കാനുള്ള വിശേഷ ബുദ്ധി ഇല്ലാത്ത ഒരു ജനതയാണ് കേരളം എന്ന് പറയരുത്. അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. ഈ ബാംബ്രി ദേവി എന്ന് പറയുന്ന ഈ സ്ത്രീയെ പിടിച്ച് ചോദിക്കണം. നിങ്ങൾ നിങ്ങളുടെ നാട്ടിലെ ലോക്ക്ഡൗണിനെ പറ്റി പറയും. നിങ്ങൾ US താമസിക്കുന്നത്. അവിടെ എത്ര പേര് മുഖം മൂടിക്കെതിരെ റിവോൾട്ട് ഉണ്ടാക്കി? അവിടെ എത്ര പേര് സോഷ്യൽ ഡിസ്റ്റൻസിനെ ഡിഫൈ ചെയ്തു? അവിടെ ഇയാളും ഈ ട്രംപും ബൈഡനും തമ്മിൽ അവരുടെ തിരഞ്ഞെടുപ്പ് കാലത്ത് ഇതിനെപ്പറ്റി നടത്തിയ വാക്പോരിൻ്റെ അവസ്ഥ എന്തായിരുന്നു? നിങ്ങളുടെ US എങ്ങനെയാണ് ജീവിക്കുന്നത്? നിങ്ങൾ US തമ്പടിച്ചിരിക്കുന്നത്. നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോഴും CIA കുടികിടപ്പുണ്ടോ? ഈ കാര്യങ്ങൾ നിങ്ങൾ ആദ്യം പറ. CIA ഈസ് നെവർ അവർ ഫ്രണ്ട്. നമ്മുടെ ഒരു സുഹൃത്തല്ല CIA. ഇപ്പോൾ ശത്രു അല്ല എന്ന് വേണമെങ്കിൽ ഇപ്പോൾ പറയുമായിരിക്കും. പണ്ട് നമ്മുടെ ശത്രു ആയിരുന്നു. ആരാണ് ഇന്ദിരാഗാന്ധിയെ കൊന്നത്? ആരാണ് രാജീവ് ഗാന്ധിയെ കൊന്നത്? ആരാണ് ലാൽ ബഹദൂർ ശാസ്ത്രിയെ കൊന്നത് എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് ഈ പറഞ്ഞില്ലേ, സംശയത്തിൻ്റെ സൂചിമനകൾ ചെന്ന് ചേരുന്നത് ഒരു പക്ഷേ ബാംബ്രി ദേവിക്ക് ഷെൽട്ടർ കൊടുത്തിരിക്കുന്ന ഒരു സംഘടനയ്ക്കാണ്. അവർ ക്ലാൻഡെസ്റ്റിൻ ഓപ്പറേഷൻ നടത്തുന്ന ഒരു യൂണിവേഴ്സിറ്റി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സംഘടനയ്ക്കാണത് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ രാഷ്ട്രനായകരെ ഇപ്പോൾ അവസാനം സദ്ദാം ഹുസൈനെ വരെ വെടിവെച്ച് കൊന്ന ഒരു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ ക്ലാൻഡെസ്റ്റൈൻ സർവീസ് പ്രോഗ്രാം ഉള്ളൊരിടത്ത് അവിടെ റിക്രൂട്ട് ചെയ്യപ്പെട്ട ഒരു സ്ത്രീ ഇവിടെ വന്ന് ഇന്ത്യയുടെ ലോക്ക്ഡൗണിനെ പറ്റി ആധികാരികമായി സംസാരിക്കേണ്ട എന്ന് പറയാനും അവരെ ഇവിടെ നിന്ന് പുറത്തേക്ക് പറഞ്ഞയക്കാനുമുള്ള തൻ്റെ ഇടമാണ് ആദ്യം ഭരണാധികാരിക്ക് വേണ്ടത്. നമ്മുടെ ലോക്ക്ഡൗൺ നമ്മൾ തീരുമാനിക്കും, നിങ്ങളുടെ ഉപദേശം വേണ്ട. ഇത് പറഞ്ഞില്ലേ, ഇറ്റ് ഈസ് ഇൻ്റർനാഷണലൈസ്ഡ്. ദി ഡിസീസ് ഈസ് ഇൻ്റർനാഷണലൈസ്ഡ്. ദി എപ്പിഡമിക്, ദി സോ കോൾഡ് പാൻഡമിക് ഈസ് internationalized, and if we withdraw lockdown there may come a new variant. അതൊരു മുന്നറിയിപ്പാണ്. നിങ്ങൾ ലോക്ക്ഡൗൺ പിൻവലിക്കുകയാണെങ്കിൽ ഇനി പുതിയൊരു വേരിയൻ്റ് വന്നാൽ നമ്മൾ നേരിടും എന്ന് പറയാനുള്ള തൻ്റെ ഇടവും ഊർജ്ജവും ഉണ്ടെങ്കിൽ മാത്രം മുണ്ടയിൽ വിജയ നിനക്ക് അവിടെ ഇരുന്ന് ഈ കാര്യങ്ങൾ തൽക്കാലം നിയന്ത്രിക്കുക. അത് കഴിഞ്ഞിട്ട് ഈ അഴിമതി കേസുകളൊക്കെ വരുമ്പോൾ ആർക്ക് എന്ത് ഗതിയെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇങ്ങനെ രാജ്യത്തെ ജനങ്ങളെ വിറ്റ് തിന്നുന്നതിനേക്കാളും എത്രയോ അഭികാമ്യമാണ് രാഷ്ട്രീയത്തിൽ നിന്നുള്ള പിൻവാങ്ങൽ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ പറഞ്ഞ എന്തൊരോ ദേവിയുടെ കാൽക്കൽ വീണ് നമസ്കരിക്കുന്ന ദേശാഭിമാനി പത്രം അവരുടെ യൂണിവേഴ്സിറ്റിയുടെ ചരിത്രമൊന്ന് പഠിക്കണം. അവർ ലോക്ക്ഡൗണിനെ പറ്റി എഴുതിയിട്ടുള്ള നീളൻ പ്രബന്ധങ്ങൾ വായിക്കണം. അതിൻ്റെ ഡാറ്റാബേസ് എവിടെ നിന്ന് ആണ് എന്ന് കാണണം. ജോൺ ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റി എന്താണെന്ന് മനസ്സിലാക്കണം. അതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം അവരെ ഈ പടവും അവരുടെ ഈ കൊടുത്തിട്ട് ജനങ്ങളെ പ്രബുദ്ധരാക്കുന്നത്.